ഹലോ ചെക്ക് ഹലോ. ആട് പാപ്പാ ആടാട് പാപ്പാ ആടാട് പാപ്പാ. ആട് 3 റിലീസിന് തയ്യാറെടുക്കുകയാണ്. ദുരന്തറിന് ക്ലാഷ് വെച്ചിട്ടാണ് ആട് റിലീസിനെത്തുന്നത്. 1000 ആടിന് ഒരു ദുരന്തർ എന്നാണോ അതോ 1000 ദുരന്തറിന് ഒരാട് എന്നാണോ എന്നറിയില്ല. അങ്ങനെ ആ ക്ലാഷിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച അറിയാം. പക്ഷേ ആട് 3 കാണാൻ പോകുന്നതിന് മുമ്പ് 1ലും 2ലും എന്താണ് സംഭവിച്ചതെന്ന് സിനിമ കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടാവാം. അതുപോലെ ഈ 1ഉം 2ഉം ഒക്കെ തമ്മിൽ ഒരുപാട് വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ 3ലേക്ക് വരുമ്പോഴും കുറച്ച് വർഷങ്ങളായി. അപ്പോൾ ഇതിനിടയിൽ ഈ കഥയൊക്കെ മറന്നു പോയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഒരുമിച്ച് ഈ സിനിമ രണ്ടും കാണുക എന്ന് പറയുന്ന അത്രയും സമയം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അങ്ങ് സഹായിക്കാമെന്ന് വിചാരിച്ചു. 1ൻ്റെയും 2ൻ്റെയും കഥ പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഒരു ബാലരമയിലെ കഥ വായിക്കുന്നത് പോലെയാണ് ആട് 1ഉം 2ഉം ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഒരു മെയിൻ കഥാപാത്രങ്ങളുണ്ട്. രാജുവും രാധയും മായാവിയും അവരെ പിടിക്കാൻ നടക്കുന്ന കുട്ടൂസനും ഡാഗിനിയും അവരുടെ ശിങ്കിടി ലുട്ടാപ്പിയും. ഇതാണ് മെയിൻ കഥയെങ്കിലും ഇവിടെ വിക്രമനും മുത്തുവുണ്ട്, പുട്ടാലും ഉണ്ട്, ലുട്ടാപ്പിയുടെ മാമനുണ്ട്. അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട്. പാരലൽ കഥകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ കഥയിലെ പോരാട്ടം എന്ന് പറയുന്നത് രാജുവും രാധയും കുട്ടൂസനും ഡാഗിനിയുമാണ്. എന്ന് പറയുന്ന പോലെ ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം ഷാജി പാപ്പനാണ്. ഷാജി പാപ്പൻ്റെ കയ്യിൽ ആടുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആടിന് ഇതിന് വലിയൊരു സംഭവം ഫസ്റ്റ് സിനിമയിലുണ്ടായിരുന്നു. സെക്കൻഡ് മൂവിയിലേക്ക് വരുമ്പോൾ ആടിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള വേറെ വിഷയങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷാജി പാപ്പനെ കുറിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഷാജി പാപ്പൻ ഇടുക്കിയിൽ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. ഇദ്ദേഹത്തിന് അച്ഛനും അമ്മയും ഒരു ചേട്ടനുമാണുള്ളത്. ചേട്ടൻ്റെ പേര് തോമസ്. ഈ തോമസ് എന്ന് പറയുന്ന ആൾ കുറച്ച് സ്വയംപൊക്കിയൊക്കെ ആയിട്ടുള്ള ആളാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുക, അത് ചെയ്ത് കാണിക്കുക, ആളുകളുടെ മുമ്പിൽ ആളാവുക, ഇതൊക്കെ ഇദ്ദേഹത്തിന് വലിയ കാര്യമാണ്. അങ്ങനെ ഹൈ റേഞ്ചിൽ സ്വന്തമായി ഞാൻ തോക്കുണ്ടാക്കും എന്ന് ഇദ്ദേഹം വെല്ലുവിളിച്ചപ്പോൾ കുറേ ആൾക്കാർ കളിയാക്കി. എന്തായാലും അദ്ദേഹം സ്വന്തമായി തോക്കുണ്ടാക്കാൻ തീരുമാനിച്ചു. തോക്കുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉന്നം എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അനിയനായിട്ടുള്ള ഷാജി പാപ്പനെ വെല്ലുവിളിക്കുകയും വാഴത്തോട്ടത്തിൽ വെച്ചിട്ട് തോക്കെടുത്ത് വെടിവെക്കുകയും ചെയ്തു. വെച്ചെടുത്തേക്കല്ല ആ ഉണ്ട പാഞ്ഞു പോയത്, അതൊരു ഉരുളിയിൽ തട്ടിത്തെറിച്ച് വേറൊരു വഴിക്ക് പോയി. പക്ഷേ ആ വെടി പൊട്ടിയ അതേ സമയത്ത് തന്നെ ഷാജി പാപ്പൻ്റെ അച്ഛൻ അപ്പുറത്ത് മരിച്ചു വീഴുന്നു. അപ്പോൾ ഷാജി പാപ്പൻ വിചാരിച്ചു തോമസ് പാപ്പൻ വെച്ച വെടി കൊണ്ടാണ് ചാച്ചൻ മരിച്ചു പോയെന്ന്. അന്ന് അവിടുന്ന് ഇറങ്ങി ഓടുന്ന തോമസ് പാപ്പനെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അപ്പൻ്റെ കാര്യം തീരുമാനമായി. ചേട്ടൻ പക്ഷേ ആ വാശിയിൽ ഉറച്ചു നിൽക്കുകയും അദ്ദേഹം ഹൈ റേഞ്ചിൽ ഒരുപാട് തോക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന, ഇല്ലീഗലായിട്ടാണെങ്കിലും തോക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയിൽ വ്യാപൃതനാവുകയും ചെയ്യുന്നു. എന്തായാലും ഷാജി പാപ്പന് ഈ വടംവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന. പുള്ളിക്കൊരു വിന്നേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബൊക്കെ ഉണ്ട്. ആ ക്ലബ്ബിലെ മെയിൻ ആൾ ഷാജി പാപ്പനാണ്. പക്ഷേ അദ്ദേഹത്തെക്കാൾ കുറച്ചും കൂടി യങ്ങർ ആയിട്ടുള്ള ആളുകളാണ് ആ ക്ലബ്ബിൽ കൂടുതലുള്ളത്. നമ്മൾ അറക്കൽ അബുവിനെ കാണുന്ന ഒഴിച്ചാൽ ബാക്കി എല്ലാവരും കുറച്ചും കൂടി ഇളയ ആൾക്കാരാണ്. പൊതുവേ ഇത്തരം നാട്ടിൻപുറത്തെ ക്ലബ്ബുകളൊക്കെ ഉണ്ടാകുമ്പോൾ ക്ലബ്ബിലെ ഓരോ ആളുകളും പല വഴിക്ക് പല ജോലിയും ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പക്ഷേ 1-2 പേര് സ്ഥിരമായി ആ ക്ലബ്ബിലുണ്ടാവും, ആ നാട്ടിൽ തന്നെ ഉണ്ടാവും. അങ്ങനത്തെ ഒരാളായിട്ടാണ് എനിക്ക് ഷാജി പാപ്പനെ ഫീൽ ചെയ്യുന്നത്. ഷാജി പാപ്പൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗാംഭീര്യവും പിന്നെ അടിയുണ്ടാക്കൽ പരിപാടിയും വടംവലിയിലെ മികവും ഒക്കെ കണ്ടുകൊണ്ട് വിന്നേഴ്സ് ക്ലബ്ബിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ബാക്കി കുറച്ച് ആളുകളും കൂടെയുണ്ട്. ഇവർക്ക് ഷാജി പാപ്പൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. ഷാജി പാപ്പൻ അവരുടെ ജീവനാണ്. എന്തായാലും വടംവലിയും പരിപാടിയും ഒക്കെ ആയിട്ട് ആ നാട്ടിൽ നല്ലോണം ഫാൻസിനെയൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം തല്ലുകേസിലെല്ലാം രാജാവായി നിന്നിരുന്ന ഷാജി പാപ്പന് പണി കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ട് വന്ന പൊന്നപ്പനായിരുന്നു. ഷാജി പാപ്പൻ കല്യാണം കഴിച്ചത് മേരിയാണ്. മേരിയുമായിട്ട് തിരക്കേടില്ലാത്ത രീതിയിൽ അവർ ഹാപ്പി ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഷാജി പാപ്പൻ്റെ ഡ്രൈവറായിട്ടാണ് പൊന്നപ്പൻ അങ്ങോട്ട് വരുന്നത്. ഷാജി പാപ്പൻ വടം വലിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ചോട്ടിലേക്ക് ഒരു പഴത്തൊലി ഇട്ട് കൊടുത്ത് ആ വീഴ്ചയിൽ ഷാജി പാപ്പന് നടുവിന് പരിക്ക് പറ്റുകയും അദ്ദേഹം 3-4 മാസം കിടപ്പിലാവുകയും ചെയ്യുന്നു. തിരുമാൻ വന്ന വൈദ്യർ പറയുന്നത് ഇത് കുറേ നാളിങ്ങനെ തന്നെ കിടക്കേണ്ടി വരും, വലിയ പാടാണ് എന്നൊക്കെയാണ്. എന്തായാലും അങ്ങനെ ഒരു 3 മാസമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മേരിക്ക് തോന്നി ഇനി ഷാജി പാപ്പനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. പൊന്നപ്പനും മേരിയും കൂടി ഒളിച്ചോടി പോകുന്നു. ഷാജി പാപ്പനോട് പറഞ്ഞതിന് ശേഷം ഷാജി പാപ്പൻ്റെ വണ്ടിയുമായിട്ടാണ് പൊന്നപ്പൻ ഒളിച്ചോടി പോകുന്നത്. ആ വീഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന് സ്ത്രീകളോട് ഒരു ദേഷ്യം ഉണ്ടാകുന്നുണ്ട്. സ്വന്തം വണ്ടിയിൽ സ്ത്രീകൾ കയറരുത്, സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ള പാപ്പനെയാണ് നമ്മൾ കാണുന്നത്. ഈ നടുവിന് വയ്യായിക ഉണ്ടെങ്കിലും അദ്ദേഹം വടംവലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഇഷ്ടപ്പെട്ട കായിക വിനോദത്തിൽ നിന്ന് ഒരു തരത്തിലും മാറി നിൽക്കുന്നില്ല. തൻ്റെ പിള്ളേരുമായിട്ട് പല സ്ഥലങ്ങളിലും പോവുക, വലിക്കുക, വിജയിക്കുക എന്നൊക്കെയുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ സന്തോഷമാണ്. ഇദ്ദേഹത്തിൻ്റെ ക്ലബ്ബിലെ വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് അറക്കൽ അബു ആണ്. കൈപ്പുഴ കുഞ്ഞപ്പൻ്റെ കൈ വെട്ടിയപ്പോൾ കട്ടച്ചോര മുഖത്ത് തെറിച്ചു എന്നൊക്കെ പറയുന്ന അറക്കൽ അബു. അദ്ദേഹം ശരിക്കും കൈപ്പുഴ കുഞ്ഞപ്പൻ്റെ കൈ വെട്ടിയിട്ടില്ല എന്നുള്ളത് സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ അറിയുന്നത്. കൈപ്പുഴ കുഞ്ഞപ്പൻ ഇനി നീ എൻ്റെ പേര് എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കി കളയും എന്ന് പറഞ്ഞൊരു അടി കൊടുത്ത് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ കൈപ്പുഴ കുഞ്ഞപ്പനെ തേർഡ് പാർട്ടിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം സെക്കൻഡ് പാർട്ടിൽ വരുന്ന സമയത്ത് അദ്ദേഹം ഒരു വലിയ അറിയപ്പെടുന്ന അഭിനേതാവായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം ഒരു സ്റ്റാർ മെറ്റീരിയലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തേർഡ് പാർട്ടിൽ അദ്ദേഹം കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മറ്റൊന്ന് ക്യാപ്റ്റൻ ക്ലീറ്റസ് ആണ്. സച്ചിൻ ക്ലീറ്റസ് എന്നാണ് അദ്ദേഹത്തിന് തന്നെ വിളിക്കുന്നത്.
കടുത്ത സച്ചിൻ ആരാധകനാണ്. അദ്ദേഹമാണ് ഷാജിപ്പാപ്പൻ്റെ ഈ വടംവലി ടീമിൻ്റെ ക്യാപ്റ്റൻ. ഇത്രയുമാണ് പന്നിമറ്റത്തിൽ ഷാജിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ വിന്നേഴ്സ് ക്ലബിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ. ആ ക്ലബ്ബിൽ ഇനിയും മെമ്പേഴ്സ് ഉണ്ട്. അവരെല്ലാവരും പലതരം സ്വഭാവമുള്ള ആളുകളാണ്. അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഫസ്റ്റ് പാർട്ടിൽ നിന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം നമ്മൾ കാണുന്നത് ലോലനായിട്ടുള്ള ഒരാളാണ്. പുള്ളി സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് വീരനായിട്ടൊക്കെ മാറുന്നുണ്ട്. എന്തായാലും ആട് 1ന്റെ കഥ ആരംഭിക്കുന്നത് അങ്ങ് ബാങ്കോക്കിൽ നിന്നാണ്. ബാങ്കോക്കിലെ ഒരു കള്ളക്കടത്തുകാരൻ ഹൈദർ സുൽത്താൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിന് സുഖമില്ലാതെ കിടപ്പിലായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ നോക്കാൻ വേണ്ടി വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരോട് ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു സാധനം പോയി. ആ സാധനം പോയതിന് ശേഷമാണ് ഈ തകർച്ച മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ബോട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് വെള്ളത്തിൽ പോയത് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങി എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മളൊരു പാലവും പുഴയൊക്കെ കാണുന്നുണ്ട്. അതിന് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഈ സംഭവം ഇവർ ബാങ്കോക്കിൽ വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ ബാങ്കോക്കിലെ ഹൈദർ സുൽത്താൻ കേരളത്തിലെ ബോട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും പോയ സാധനം കണ്ടെത്താൻ പുള്ളി ഒരുപാട് ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല. അത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരാൾ പുള്ളിയുടെ ടീമിലുണ്ട്. പക്ഷേ ആൾ ഇച്ചിരി വട്ടനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സ് തന്നെ പറയുന്നുണ്ട്. ഡ്യൂഡ്, വിനായകൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രം. അപ്പോൾ ഡ്യൂഡിനെ അദ്ദേഹം ഈ ജോലി ഏൽപ്പിക്കുകയാണ്, ഈ നഷ്ടപ്പെട്ടു പോയ സാധനം കണ്ടുപിടിക്കാൻ. ആ സാധനത്തിൻ്റെ പേര് നീലക്കൊടുവേലി എന്നാണ്. ഈ നീലക്കൊടുവേലി ഇരിക്കുന്നത് കേരളത്തിലെ ഷാജിപാപ്പനൊക്കെയുള്ള ഇതേ ഹൈ റേഞ്ചിൽ തന്നെ സാത്താൻ സേവ്യർ എന്നയാളുടെ അടുത്താണ്. സാത്താൻ സേവ്യർ ഒരു സായിപ്പിൻ്റെ കൊച്ചുമോനാണ്. കേരളത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നിട്ടുള്ളത്. ആന്റണി സേവ്യർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. പുള്ളിക്ക് എല്ലാ തരം ഡീലുകളുണ്ട്. ഗജമുത്ത് ഡീൽ ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് നമ്മൾ ആട് 1ൽ അദ്ദേഹത്തെ കാണുന്നത്. വേറെ ആർക്കും കിട്ടാത്ത സാധനങ്ങൾ അത് എത്തിച്ചു കൊടുക്കുക, അതുപോലെ ലഹരി മരുന്നിൻ്റെ അത് വിതരണം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാത്താൻ സേവ്യർ മെയിനായിട്ട് ചെയ്യുന്നത്. കാശുണ്ടാക്കുക, ഇതാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. ഇദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ ഇതേപോലെ നീലക്കൊടുവേലി പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഇതൊരാൾ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. ഒരു വലിയ പെട്ടി. ആ പെട്ടിക്കകത്ത് അമൂല്യവും നിഗൂഢവുമായ ഒരു വസ്തുവുണ്ട്. അതൊരു മഹർഷി വര്യൻ ഗിഫ്റ്റായി തന്നതാണെന്നാണ് ഈ സാത്താൻ സേവ്യറിൻ്റെ കുട്ടിക്കാലത്ത് അപ്പൂപ്പൻ സായിപ്പ് പറഞ്ഞു കൊടുക്കുന്നത്. ഹിമാലയത്തിലെ ഗുഹകളിൽ 1000 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കൊടുവേലി. ഇത് കണ്ടെത്താൻ പറ്റുന്നത് ശതാവരി പക്ഷിക്ക് മാത്രമാണ്. ഇത് കയ്യിലിരിക്കുന്നയാളെ ആരോഗ്യവും സമ്പത്തും ഒരിക്കലും വിട്ടുപോകില്ല എന്നുള്ളതാണ് വിശ്വാസം. ഇത് സ്വന്തമാക്കുന്ന ആൾ ഉമിനീര് ചേർത്ത് വേണം ഇത് സ്വന്തമാക്കാൻ എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ഈ സാധനം സാത്താൻ സേവ്യറിൻ്റെ കയ്യിലിരിപ്പുണ്ട്. പക്ഷേ സാത്താൻ സേവ്യർ അതൊന്നും മൈൻഡ് ചെയ്തിട്ട് പോലുമില്ല. അദ്ദേഹത്തിൻ്റെ ഗോഡൗണിലൊരു പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നിടത്താണ് ഇത് വെച്ചിരിക്കുന്നത്. നാട്ടുകാരാണെങ്കിൽ നീലക്കൊടുവേലി കൊണ്ട് കൂടോത്രം ചെയ്തിട്ടാണ് സാത്താൻ സേവ്യർ ഇത്രയും നല്ല നിലയിൽ ജീവിക്കുന്നതെന്ന് പറയുന്ന ഒരു വിശ്വാസവും കൊണ്ട് നടക്കുകയാണ്. അതിനോടും സാത്താൻ വലിയ താല്പര്യമൊന്നുമില്ല. ഈ നീലക്കൊടുവേലി സാത്താൻ സേവ്യറിൻ്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഡ്യൂഡ് ആൻഡ് കോ ബാങ്കോക്കിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലെത്തുന്ന ഡ്യൂഡ് ആൻഡ് കോ ആദ്യം ഡ്രൈവർ പൈലിയാണ് മീറ്റ് ചെയ്യുന്നത്. പൈലി എന്നുള്ള പേരിനൊരു സുഖമില്ലാത്തതുകൊണ്ട് നീ ഇനി മുതൽ ഡ്രാഗൺ പൈലി എന്നറിയപ്പെടും എന്ന് ഡ്യൂഡ് പൈലിയോട് പറയുന്നു. അങ്ങനെ ഡ്രാഗൺ പൈലി ഡ്യൂഡിനെയും കൊണ്ട് കഞ്ചാവ് സോമൻ്റെ അടുത്ത് എത്തുന്നു. സോമൻ അവിടെ ലോക്കലായിട്ട് ലഹരി മരുന്ന് വിതരണമൊക്കെ ചെയ്ത് തട്ടിമുട്ടിയൊക്കെ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സാധനമുണ്ട്, ഇതെനിക്ക് വേണം, അതിന് എത്ര $, വേണമെങ്കിലും ഞാൻ ചിലവാക്കാം എന്നുള്ള കാര്യം സോമനെ ഡ്യൂഡ് അറിയിക്കുന്നു. സോമന് കുറച്ച് ഡോളറും ഡ്യൂഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഡ്യൂഡ് സോമനോട് പറഞ്ഞ ഈ നീലക്കൊടുവേലിയുടെ കഥ സോമൻ ഹക്കീം എന്ന് പറയുന്ന ആളോട് പറയുന്നുണ്ട്. ചെമ്പൻ വിനോദ് അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഹക്കീം ഓൾറെഡി ഒരു പണിയൊക്കെ കിട്ടി അവിടെ ഇരിക്കുകയാണ്. ആ പണിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്തായാലും സോമൻ നേരെ സാത്താൻ സേവ്യറിൻ്റെ അടുത്ത് ചെന്ന് ഡ്യൂഡ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇത് വേണം, അതിന് കുറേ $, തരാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡ്യൂഡിൻ്റെ ഈ പറയുന്ന നാട്ടുകാരുടെ വിശ്വാസമൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ ഒന്ന് ചൊറിയുമ്പോഴേക്കും നീ ഇത് എടുത്തുകൊണ്ട് വെക്കോ, ഇതൊന്നും ഉള്ളതുകൊണ്ടല്ല ഞാനിങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് സോമന് സാത്താൻ സേവ്യർ നീലക്കൊടുവേലി കൊടുത്തുവിടുകയാണ്. പക്ഷേ സോമൻ ഇതിൻ്റെ ഇടയിൽ ഒരു ഉടായ്പ പരിപാടി കാണിച്ചു. അത് ഇത്രയും കോടികളൊക്കെ കിട്ടുന്ന സാധനമല്ലേ, അതൊന്ന് മറിച്ചടിക്കാം എന്നുള്ളതായിരുന്നു പ്ലാൻ. അതിനു വേണ്ടിയിട്ട് സോമൻ നീലക്കൊടുവേലി വേറൊരു പെട്ടിയിലേക്ക് മാറ്റിയിട്ട് നീലക്കൊടുവേലി വെച്ചിരുന്ന പെട്ടിക്കകത്തേക്ക് കുറേ ചാണകപ്പൊടി വാരിയിടുന്നു. എന്നിട്ടത് ഡ്യൂഡിന് കൊടുക്കാം എന്ന് പറഞ്ഞ് ഡ്യൂഡിനെ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഇറങ്ങിപ്പോകുന്നു. പക്ഷേ ഓൺ ദ വേ സോമനെ കുറച്ച് ആൾക്കാർ ആക്രമിച്ച് നീലക്കൊടുവേലി കരസ്ഥമാക്കിക്കൊണ്ട് പോകുന്നു. നീലക്കൊടുവേലി അല്ല, നീലക്കൊടുവേലിയുടെ പെട്ടിക്കകത്ത് അയാൾ ഇട്ടിരുന്ന ചാണകപ്പൊടി ഈ ടീം അടിച്ചുകൊണ്ട് പോവാണ്. ഈ ടീം മറ്റാരുമല്ല, സോമൻ ഈ കാര്യം ഡീൽ ചെയ്യുന്നു എന്ന് കുറച്ച് മുമ്പ് സോമൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടറിഞ്ഞിട്ടുള്ള ഹക്കീമാണ്. ഹക്കീം ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനാണ്. PP ശശി എന്ന് പറയുന്ന ആ ഹൈ റേഞ്ചിലെ ഒരു നേതാവിൻ്റെ ശിങ്കിടിയാണ്. അപ്പോൾ ഇത് ഹൈ റേഞ്ചിലെ ഈ നേതാവിന് കൊണ്ട് കൊടുത്തിട്ട് ഇതുവഴി നമുക്ക് കോടികൾ ഉണ്ടാക്കാം എന്ന് പറയുന്ന കാര്യമൊക്കെ നേതാവിനെ ഏൽപ്പിക്കുന്നു. നേതാവ് ഓൾറെഡി ഒളിവിലാണ്, അതിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. അങ്ങനെ ഏൽപ്പിക്കുന്നു. ഈ കാര്യം സോമൻ ഡ്യൂഡിനെ അറിയിക്കുന്നു. ഇത്തരം കാര്യമൊന്നും മനസ്സിൽ വെക്കാം. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് കുറച്ച് മുമ്പ്
ഹൈ റേഞ്ചിൽ വെച്ചിട്ട് നമ്മുടെ ഷാജി പാപ്പനും ടീമും വിന്നേഴ്സ് ക്ലബ്ബ് ഒരു വടംവലി മത്സരത്തിന് പോകുന്നുണ്ട്. ആ വടംവലി മത്സരത്തിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ ആ മത്സരത്തിൽ ജയിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് ആയിട്ട് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നത് ഒരു മുട്ടനാടിനെയാണ്. പക്ഷേ മുട്ടനാടിന് വലിയ വിലയായതുകൊണ്ടും അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടും തൽക്കാലം ഈ ആടിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പിങ്കി എന്ന് പറയുന്ന ഒരു കുഞ്ഞാടിനെയാണ്, ഒരു പെണ്ണാടിനെയാണ് ഇവർക്ക് അവർ കൊടുക്കുന്നത്. അതൊരു പെണ്ണാടാണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഷാജി പാപ്പൻ ആദ്യമേ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ കൊണ്ട് കളയണം, കറി വെക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആശയങ്ങൾ ഇവരുടെ ഇടയിൽ വന്നു. അറക്കൽ അബു പറഞ്ഞു ഇതിനെ ഞാൻ കൊന്നു തരാം, എന്നിട്ട് നമുക്കിതിനെ ബാർബർക്യൂ ആയിട്ട് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അബു കൊല്ലാം എന്ന് പറഞ്ഞതുകൊണ്ട് ഷാജി പാപ്പൻ അതിനെ വണ്ടിയിൽ കയറ്റുന്നു. ഈ ആടുമായിട്ട് പോകുന്ന വഴി ഇവർക്ക് ഇടയ്ക്ക് കുറച്ച് അപകടങ്ങളൊക്കെ പറ്റുന്നുണ്ട്. ആ അപകടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ക്ലീറ്റസ്, സച്ചിൻ ക്ലീറ്റസിൻ്റെ തലയ്ക്കൊരു അടി കിട്ടുകയും അദ്ദേഹം പിന്നീട് അങ്ങോട്ട് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയും ചെയ്യുന്നു. ഈ സിനിമയിൽ ഒരു വലിയ ഹ്യൂമറിൻ്റെ പങ്ക് ധർമ്മജൻ ഡീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു റിസോർട്ടിൽ വെച്ച് അവർ റൂം എടുത്ത് പിങ്കിയെ അന്ന് രാത്രി കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഇട്ടെങ്കിലും അറക്കൽ അബുവിന് ആടിനെ കൊല്ലാൻ പേടിയാണ് എന്നുള്ളതുകൊണ്ട് അതിനെ വെട്ടാൻ പറ്റൂല എന്നുള്ള ഒരു കാരണം പറഞ്ഞിട്ട് അവർക്ക് അവിടുന്ന് ആ രാത്രി ഇറങ്ങി പോരേണ്ടി വരികയാണ്. അങ്ങനെ ഷാജി പാപ്പൻ ഒരു വഴി കണ്ടുപിടിച്ചു. ബാറ്ററി സൈമൺ എന്ന് പറയുന്ന ഒരു കള്ളവാറ്റുകാരനുണ്ട്. അവൻ്റെ അടുത്ത് കൊണ്ടുപോയി ഈ ആടിനെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആടിനെ വെട്ടി കറി വെച്ച് തരും. അപ്പോൾ പിന്നെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ആടിനെ കഴിക്കുകയും ചെയ്യാം, ഇതിനെ തലേന്ന് ഒഴിവാക്കുകയും ചെയ്യാം. അങ്ങനെ ബാറ്ററി സൈമണിൻ്റെ അടുത്ത് ആടുമായിട്ട് പാപ്പൻ ചെല്ലുന്ന സമയത്ത് അവിടെ ബാറ്ററി സൈമണെ പോലീസ് റെയ്ഡ് ചെയ്യുകയും ബാറ്ററി സൈമൺ ഓടി രക്ഷപ്പെട്ടു. നമ്മൾ പിന്നീടും അദ്ദേഹത്തെ കാണുന്നുണ്ട്. ബിജുക്കുട്ടൻ സോമൻ എന്ന് പറയുന്ന, കഞ്ചാവ് സോമൻ എന്ന് പറയുന്ന ആളുടെ കൂടെയാണ് പിന്നീട് ബാറ്ററി സൈമണെ നമ്മൾ കാണുന്നത്. എന്തായാലും പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പാപ്പൻ തിരിച്ച് വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും പിങ്കി പാപ്പനേക്കാളും മുമ്പ് വണ്ടിയിലേക്ക് പാപ്പൻ്റെ ടീം അംഗങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ പിന്നീട് അവിടുന്ന് യാത്ര തുടരുന്നു. ഇവരങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് സർബത്ത് ഷമീറിനെ നമ്മൾ പരിചയപ്പെടുന്നത്. ഹൈറേഞ്ചിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് സർബത്ത് ഷമീർ എന്ന അദ്ദേഹത്തിന് പേര് വരാൻ കാരണം കൈ കിട്ടുന്ന പ്രതികളെല്ലാം ഇടിച്ച് സർബത്താക്കിയിട്ട് ആ സർബത്ത് ഷമീർ കുടിക്കും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഈ പ്രതിയെ നാരങ്ങയുടെ മുകളിൽ കൊണ്ടുവന്ന് തല കൊണ്ടിടിച്ചിട്ട് നാരങ്ങ പിഴിയിച്ചിട്ട് അത് കുടിക്കുക എന്നുള്ളതാണ് ഓരോരോ വിനോദങ്ങളെ. എന്തായാലും ഷാജി പാപ്പൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സർബത്ത് ഷമീർ അറിഞ്ഞു കഴിഞ്ഞാൽ സർബത്തിൻ്റെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ആ സമയത്ത് അങ്ങോട്ടേക്ക് ഓടി വരുന്ന കഞ്ചാവ് സോമൻ സർബത്ത് ഷമീറുമായിട്ട് ഒരു പിടിവലിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവിടുന്ന് ഷാജി പാപ്പൻ എസ്കേപ്പ് ആവുകയാണ്. പക്ഷേ ഷാജി പാപ്പൻ്റെ വണ്ടി പാസ് ചെയ്ത് പോകുന്ന സമയത്ത് പിങ്കി കരയുന്നുണ്ട്. പിങ്കി കരയുന്ന സൗണ്ട് കേൾക്കുമ്പോഴേക്കും സോമൻ പറയുന്നു, സാർ ആ വണ്ടിയിൽ നിന്ന് ഒരു പെണ്ണിൻ്റെ കരച്ചിലല്ലേ കേട്ടത്. അപ്പം തന്നെ സർബത്ത് ഷമീറും കൂട്ടരും ഷാജി പാപ്പൻ്റെ പുറകെ വിടുകയാണ്. സർബത്ത് ഷമീറും കൂട്ടരും എത്തുന്നതിന് മുമ്പേ തന്നെ നാട്ടുകാർ ഷാജി പാപ്പൻ്റെ വണ്ടി തടയുകയും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങോട്ടേക്ക് എത്തുന്ന സർബത്ത് ഷമീർ ഷാജി പാപ്പനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടേക്കാണ് മേനക കാന്തൻ എന്ന് പറയുന്ന മൃഗസംരക്ഷണ പ്രവർത്തക അങ്ങോട്ട് വരുന്നത്. സാന്ദ്ര തോമസ് അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. ആട് 1ന്റെ പ്രൊഡ്യൂസർ കൂടിയായിരുന്നു സാന്ദ്ര തോമസ്. അങ്ങോട്ടേക്ക് എത്തുന്ന മേനക കാന്തൻ ഇവർ ആടിനെ പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിച്ചു എന്നുള്ള കാര്യമൊക്കെ മീഡിയ അറിയിച്ചു. പോലീസുകാരെയും കൊണ്ട് മൃഗാശുപത്രിയിലേക്ക് പോയി ആടിനെ പരിശോധിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ കാലിനൊരു ചെറിയ ഉളുക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. എന്തായാലും തിങ്കളാഴ്ച രാവിലെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ആടിനെ ഹാജരാക്കണം എന്നുള്ളൊരു ഓർഡറൊക്കെ കൊടുത്തിട്ട് മേനക കാന്തൻ അവിടുന്ന് പോകുന്നു. അപ്പോൾ രാവിലെ തന്നെ ആടിനെ കൊണ്ട് എത്തിയേക്കണം എന്നൊരു വാണിംഗ് കൊടുത്തിട്ട് സർബത്ത് ഷമീർ ഷാജി പാപ്പനെയും കൂട്ടരെയും ഫ്രീ ആക്കുന്നുണ്ട്. പക്ഷേ അവർ തിരിച്ചു പോകുന്ന വഴിക്ക് ഷാജി പാപ്പൻ്റെ വണ്ടി നമ്മുടെ ഡ്യൂഡിൻ്റെ ടീം വന്ന് ആക്രമിക്കുകയും അബുവിനെയും ആടിനെയും അവർ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഷാജി പാപ്പന് മനസ്സിലായിട്ടില്ല. ആ കാര്യം മനസ്സിലാക്കിച്ച് തരാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് കഥാപാത്രങ്ങളെയും കൂടി അറിയണമെന്നുണ്ട്. അതിലൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹക്കീമാണ്. ഹക്കീമിൻ്റെ ഗുരുവായിട്ടുള്ള, രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള PP ശശി. ഈ PP ശശി ആവേശം മൂത്ത് ഒരു പ്രസംഗം ഹൈറേഞ്ചിൽ വെച്ച് നടത്തുന്നുണ്ട്. ഓരോ രാഷ്ട്രീയ പ്രതിയോഗികളെയും എങ്ങനെയാണ് കൊന്നൊടുക്കിയത് എന്ന് പറയുന്ന കഥയാണ്. അദ്ദേഹം ഈ ഡയലോഗ് അടിച്ചത് മെയിൻ ന്യൂസ് ചാനലുകളിലൊക്കെ വരികയും അതുവഴി പോലീസുകാർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ എത്തുകയും ചെയ്യുന്നുണ്ട്. ഭരണം അവരുടെ കയ്യിലല്ലായിരുന്നുകൊണ്ട് ആശാന് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ശശി ആശാൻ ഒളിവിലാണ്. ഹക്കീം നേരെ ഓടിച്ചെല്ലുന്നത് കഞ്ചാവ് സോമൻ്റെ അടുത്താണ്. കഞ്ചാവ് സോമനുമായി ഹക്കീം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഡ്യൂഡ് വരുന്നതും സോമനോട് ഈ നീലക്കൊടുവേലി എവിടെയുണ്ടെന്നുള്ള കാര്യം കണ്ടെത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. സോമൻ സാത്താൻ സേവ്യറെ പറ്റിച്ച് ഡ്യൂഡിനെയും പറ്റിച്ച് നീലക്കൊടുവേലി കൈക്കലാക്കാൻ നോക്കുന്നു. ഹക്കീം സോമനെ വഴിയിൽ വെച്ച് ഇടിച്ചിട്ട് നീലക്കൊടുവേലിയുമായി ശശി ആശാൻ്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷേ ഹക്കീം അവിടെ ബുദ്ധിപരമായി ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തലയിൽ തൊപ്പി വെച്ചിട്ടാണ് ആക്രമിക്കാൻ ഇറങ്ങിയത്. എല്ലാവരുടെയും തലയിൽ തൊപ്പി ഉണ്ടായിരുന്നു. ഒരു ടെക്നിക്കായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. നീലക്കൊടുവേലിയുമായിട്ട് കടന്നു കളഞ്ഞ സംഘത്തെക്കുറിച്ച് സോമൻ ഡ്യൂഡിനെ വിളിച്ചറിയിക്കുന്നത് തൊപ്പി വെച്ച ഒരാൾ വണ്ടിയുടെ ഫ്രണ്ടിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡ്യൂഡ് തൻ്റെ ടീമിനോട് പറഞ്ഞ് തൊപ്പി വെച്ച ഒരാൾ ഫ്രണ്ടിലിരിപ്പുണ്ട്, ആ വണ്ടിയിലുള്ള സാധനവും കൊണ്ടുവരാൻ. അങ്ങനെ ഡ്യൂഡിൻ്റെ ആൾക്കാർ പോയിട്ടാണ് അബുവിനെയും ആടിനെയും പിടിച്ചുകൊണ്ടുവരുന്നത്. അടി കിട്ടിയ ക്ഷീണമൊക്കെ ഷാജി പാപ്പൻ
ഒന്ന് മാറി തുടങ്ങുമ്പോഴേക്കും ഷാജി പാപ്പനും ടീമിനും ഡ്യൂഡ് ആൻഡ് ടീമിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് വരുന്നുണ്ട്. അറക്കൽ അബുവിനെ അവർ തല കീഴായി കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ആടും അവരുടെ കയ്യിൽ തന്നെയുണ്ട്. നീലക്കൊടുവേലിയും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മാത്രമേ അബുവിനെ വിട്ടുതരുള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഷാജി പാപ്പന് ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ നടുവേദനയും പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് വൈദ്യർ പറഞ്ഞത് ഈ വേദന പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ വല്ല നീലക്കൊടുവേലിയൊക്കെ ഇട്ട് തിരുമേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ നീലക്കൊടുവേലിക്ക് ഇത്രയും വലിയ ഔഷധ ഗുണമുണ്ട് എന്ന് വൈദ്യർ പറഞ്ഞതാണല്ലോ എന്നൊരു ബൾബ് നമ്മുടെ ഷാജി പാപ്പൻ്റെ ഉള്ളിൽ കത്തുന്നുണ്ട്. പക്ഷേ ഷാജി പാപ്പനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ രക്ഷിക്കുക എന്നുള്ളതാണ് അയാളുടെ പ്രയോറിറ്റി. ഈ ഡ്യൂഡ് ആൻഡ് ടീം അബുവിനെ കെട്ടിത്തൂക്കിയിട്ടുള്ള വീഡിയോ അയച്ചു കൊടുക്കുന്ന സമയത്ത് അതൊരു ഗോഡൗൺ ആണ്, പൂട്ടിക്കിടക്കുന്ന ഒരു സ്ഥലം. ആ വീഡിയോ അയച്ചു കൊടുത്ത സമയത്ത് പുറകിൽ പൂട്ടിക്കിടക്കുന്ന സ്ഥലത്തിൻ്റെ ബോർഡ് ഉണ്ടായിരുന്നു. അത് അവർ ശ്രദ്ധിച്ചിട്ടില്ല. മറിയ ഏലം ഫാക്ടറി എന്നാണ് അവിടെ ബോർഡ് ഉണ്ടായിരുന്നത്. ഷാജി പാപ്പനും കൂട്ടരും നേരെ മറിയ ഏലം ഫാക്ടറിയിലേക്ക് പോകുന്നു. ഫാക്ടറിയിൽ വെച്ച് ഷാജി പാപ്പനും കൂട്ടരും ഡ്യൂഡിൻ്റെ ടീമിനെ ഇടിച്ച് തകർത്തതിന് ശേഷം അവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് വരികയാണ്. പക്ഷേ അവിടെയുള്ളൊരു നാട്ടുകാരൻ പിങ്കിയുടെ കരച്ചിൽ കേട്ടിട്ട് ഒരു സ്ത്രീയുടെ കരച്ചിൽ പോലെയുണ്ട് എന്നുള്ള കാര്യം പറയുകയും സർബത്ത് ഷമീർ അങ്ങോട്ട് എത്തുകയും ചെയ്യുന്നു. സർബത്ത് ഷമീർ വീണ്ടും ആടുമായി വരുന്ന ഷാജി പാപ്പനെയും ടീമിനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത്, അതുപോലെ ഈ ഡ്യൂഡിൻ്റെ കമ്പനിക്കാരെയും കൂടി അറസ്റ്റ് ചെയ്തിട്ട് തോട്ടത്തിൽ കൂടി നടന്നിറങ്ങുന്ന സമയത്ത് ഡ്യൂഡ് അങ്ങോട്ട് വരുന്നു. ഡ്യൂഡ് 2 SMG ഒക്കെ എടുത്ത് വെച്ചിട്ട് പടപട വെടിവെച്ചിട്ട് എല്ലാത്തിനെയും ഓടിക്കുകയാണ്. അവിടുന്ന് രക്ഷപ്പെട്ട ശേഷം സർബത്ത് ഷമീർ സോമനെ ഇടിച്ച് സർബത്താക്കുന്നുണ്ട്. അപ്പോൾ സോമനാണ് ഈ ഡ്യൂഡിൻ്റെ കാര്യമൊക്കെ സർബത്ത് ഷമീറിനോട് പറയുന്നത്. ആരായിരിക്കും ഈ നീലക്കൊടുവേലി പരിപാടിയിൽ സോമനെ ഇടിച്ചിട്ടിട്ട് നീലക്കൊടുവേലി കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നുള്ളതിന് ഷമീർ ആദ്യം സംശയിക്കുന്നത് സാത്താൻ സേവ്യറിനെ തന്നെയാണ്. സാത്താൻ സേവ്യർ അല്ല അതെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഹക്കീമിനെയാണ് സംശയിക്കുന്നത്. ഹക്കീം ആദ്യം കുറേ ഡയലോഗ് അടിക്കുമെങ്കിലും അത് ശശിയാശാന് കൊടുത്തു എന്നുള്ള കാര്യം അയാൾ തുറന്നു പറയുന്നു. പക്ഷേ ശശിയാശാനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പോലീസിന് ചെയ്യേണ്ട പരിപാടി. അവിടെ നിന്ന് രക്ഷപ്പെട്ട് പിങ്കി എന്തായാലും കയ്യിലില്ല. പിങ്കി ഇല്ലാതെ എങ്ങനെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ പോകും? 2 കേസൊക്കെ തൻ്റെ തലയിൽ വരുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഷാജിയേട്ടൻ കള്ള് ഷാപ്പിലിരിക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഡ്രാഗൺ പൈലി വരുന്നത്. തനിക്ക് കിട്ടിയ ഡോളേഴ്സൊക്കെ അവിടെയുള്ള ആളുകൾക്ക് കൊടുത്തിട്ട് മൂങ്ങപ്പാറ എസ്റ്റേറ്റിൽ വെച്ചിട്ട് ഡ്യൂഡ് ഒരു പരിപാടി നടത്തുന്നുണ്ട് എന്ന് പറയുന്ന കാര്യം അയാൾ അവിടെ വെച്ച് സംസാരിക്കും. ഇത് കേൾക്കുന്ന ഷാജി പാപ്പനും കൂട്ടരും അവിടെ കയറി ചെന്ന് ഡ്യൂഡിനെ പഞ്ഞിക്കിടണം എന്ന് വിചാരിച്ച് ഇറങ്ങുമ്പോഴാണ് ഷാജി പാപ്പൻ്റെ കൂടെയുള്ളവർ പറയുന്നത് നമ്മൾ നേരെ അങ്ങ് കയറി ചെന്ന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അവിടെ പുള്ളിയുടെ കയ്യിൽ തോക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് തോക്ക് വേണം. തോക്ക് എങ്ങനെ സംഘടിപ്പിക്കും എന്ന് ചോദിക്കുമ്പോഴാണ് ഷാജി പാപ്പൻ്റെ ചേട്ടൻ തോമസ് പാപ്പൻ ഉണ്ടല്ലോ, ഇദ്ദേഹത്തിനെ ഇവർ ചെന്ന് കാണുന്നത്. അവിടെ വെച്ച് തോമസ് പാപ്പൻ തൻ്റെ നിരപരാധിത്വം ഷാജി പാപ്പനോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും തോമസ് പാപ്പൻ ഇവർക്ക് കുറേ തോക്കുകൾ കൊടുത്തുവിടുകയാണ്. ഈ തോക്കുകളുമായിട്ടാണ് ഷാജി പാപ്പൻ മൂങ്ങപ്പാറ എസ്റ്റേറ്റിലേക്ക് ചെല്ലുന്നത്. ഇതിനിടയിൽ ഹക്കീമിൻ്റെ ഫോണിലേക്ക് ആശാൻ്റെ ഒരു കോൾ വരികയാണ്. സർബത്ത് ഷമീറും ടീമും, അതായത് പോലീസുകാരും അവർക്ക് കിട്ടിയിട്ടുള്ള ലൊക്കേഷനിലേക്ക് പോകുന്നു. ഈ സമയത്ത് അബുവും ആടുമായിട്ട് ഡ്യൂഡ് ആൻഡ് ടീം ഷാജി പാപ്പനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നീലക്കൊടുവേലി കിട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളതാണ് ഡ്യൂഡിൻ്റെ നയം. അങ്ങോട്ടേക്ക് ഷാജി പാപ്പനും ടീമും വന്ന് ആദ്യം ഒരു വെടി പൊട്ടിക്കുന്നുണ്ടെങ്കിലും അവിടെ മഴ പെയ്യാണ്. മഴ പെയ്താൽ പിന്നെ പാപ്പൻ്റെ കയ്യിലിരിക്കുന്ന തോക്കുകളൊന്നും പൊട്ടില്ല എന്നുള്ളതുകൊണ്ട് ഡ്യൂഡ് പിന്നെ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന തോക്കെടുക്കുകയാണ്. പക്ഷേ ആ തോക്ക് ഷാജി പാപ്പൻ്റെ ചേട്ടൻ തോമസ് പാപ്പൻ അവിടെ എത്തുകയും തോക്ക് വെടിവെച്ചിടുകയും ചെയ്യുന്നുണ്ട്. ഈ പോരാട്ടത്തിനിടയിലേക്കാണ് സർബത്ത് ഷമീറിൻ്റെ വരവുണ്ടാവുന്നത്. ഷാജി പാപ്പനും കൂട്ടരും ഡ്യൂഡിനെയും കൂട്ടരെയും പഞ്ഞിക്കിടുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഷാജി പാപ്പൻ്റെ ചേട്ടൻ വന്നൊരു വെടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഉണ്ട തെന്നി മാറി തൊട്ടടുത്തുണ്ടായിരുന്ന വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡിലാണ് കൊള്ളുന്നത്. ആ വാട്ടർ ടാങ്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാണ്. ആ വാട്ടർ ടാങ്കിനകത്ത് നിന്ന് ശശി ആശാൻ നീലക്കൊടുവേലിയുടെ പെട്ടിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ശശിയെ ഷമീർ പൊക്കുന്നു. ഡ്യൂഡ് ആൻഡ് കോയിനെയും ഷമീർ സർബത്താക്കുന്നുണ്ട്. അങ്ങനെ പിങ്കിയും കിട്ടി അബുവുമായിട്ട് സന്തോഷമായിട്ട് ഷാജി പാപ്പനും ടീമും വണ്ടിയിൽ പോകുന്ന സമയത്താണ് മൃഗ സംരക്ഷണ പ്രവർത്തകയായിട്ടുള്ള മേനകയെ അവരുടെ വളർത്തുനായ തന്നെ കടിച്ചു എന്നുള്ള കാര്യം ഇവർ അറിയുന്നത്. അപ്പോൾ ഷാജി പാപ്പൻ ഇപ്പോൾ സ്വതന്ത്രനാണ്, കേസും കൂട്ടവും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ ട്വിസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഫൈറ്റും ബഹളവും എല്ലാം നടക്കുന്ന സമയത്താണ് സാത്താൻ സേവ്യറിനെയും ഡ്യൂഡിനെയും പറ്റിച്ച് സോമൻ മാറ്റിവെച്ച യഥാർത്ഥ നീലക്കൊടുവേലി ഇത് സോമൻ കളക്ട് ചെയ്യുകയും അതുമായിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പോകുന്ന പോക്കിന് പുള്ളി ഒരു കുഴിയിൽ വീണു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന നീലക്കൊടുവേലിയുടെ പെട്ടി കുറച്ചപ്പുറം മാറി ഓപ്പണായി കിടന്നു. അങ്ങോട്ടേക്ക് ഓടി വന്ന പിങ്കി നീലക്കൊടുവേലി ചവച്ച് തിന്നുകയായിരുന്നു. ഈ നീലക്കൊടുവേലി ഉമിനീര് ചേർത്താണ് പുതിയ ആൾ സ്വന്തമാക്കേണ്ടതെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഉമിനീര് ചേർത്ത് പിങ്കി നീലക്കൊടുവേലി അങ്ങ് തിന്നു തീർത്തു. സോമൻ ബോധം പോയി ആ കുഴിയിൽ തന്നെ കിടന്നു. ഇത് ആട് തിന്നു എന്നറിയുന്ന ഡ്യൂഡിൻ്റെ ബോസ് നീ ഇനി ആടുമായി ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഡ്യൂഡിനെ വിലക്കുന്നു. എന്തായാലും നീലക്കൊടുവേലി വേറൊരാൾക്ക് കൊടുത്തതോടുകൂടി സാത്താൻ സേവ്യറിന്റെ കഷ്ടകാലം തുടങ്ങി. അയാളുടെ കഞ്ചാവ് തോട്ടമൊക്കെ പോലീസുകാർ നശിപ്പിച്ചു. തനിക്ക് എങ്ങനെയും നീലക്കൊടുവേലി തിരിച്ചു കിട്ടിയേ പറ്റൂ എന്ന് സോമനോട് സാത്താൻ സേവ്യർ പറയാണ്. ശശിയാശാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത നീലക്കൊടുവേലിയുമായിട്ട് സർബത്ത് ഷമീർ മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെല്ലുന്നു. അവിടെ വെച്ച് പെട്ടി തുറക്കുമ്പോഴാണ് അതിനകത്തുള്ളത് ചാണകമാണ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അപ്പം തന്നെ നീലക്കൊടുവേലി കണ്ടുപിടിക്കാൻ പറഞ്ഞ് ഷമീറിനെ സസ്പെൻഡ് ചെയ്യാണ്. ഷമീറിനും നീലക്കൊടുവേലി വേണം. പക്ഷേ നീലക്കൊടുവേലി കഴിച്ചിട്ടുള്ള പിങ്കിയും കൊണ്ട് ഷാജി പാപ്പൻ നേരെ പോകുന്നത് ഒരു അറവക്കാരൻ്റെ അടുത്താണ്. അറവക്കാരന് ആടിനെ അറുക്കാൻ കൊടുക്കുന്നു. പക്ഷേ
പൈസയൊക്കെ മേടിച്ച് പിങ്കി ദൂരേക്ക് നടന്നു പോകുന്ന കണ്ടപ്പോൾ പാപ്പന് എന്തോ മനസ്സിൽ തോന്നിയിട്ടായിരിക്കും പിങ്കി എന്ന് അദ്ദേഹം നീട്ടി വിളിക്കുന്നുണ്ട്. ആട് മാത്രമല്ല തിരിഞ്ഞു നോക്കിയത്, അറവക്കാരൻ്റെ മകളും കൂടി തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ചിട്ട് സിനിമ കഴിഞ്ഞു. ആട് 1 നീലക്കൊടുവേലിയാണ് താരമെങ്കിൽ ആട് 2 വരുമ്പോൾ അവിടുത്തെ താരം പുതിയ 500 രൂപ നോട്ടിൻ്റെ പ്രിൻ്റാണ്. കമ്മട്ടം എന്നാണ് അവർ ഉപയോഗിക്കുന്നത്. നമുക്കും അതുകൊണ്ട് കമ്മട്ടം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാം. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഹൈ റേഞ്ചിൽ സംഭവിച്ച ചില മാറ്റങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ടല്ലോ. പാപ്പൻ്റെ ചേട്ടൻ തോമസ് പാപ്പൻ അദ്ദേഹം തൻ്റെ ഭാര്യ മകളെയും ഉപേക്ഷിച്ച് പോവുകയും ഭാര്യ മകളെയും ഞാൻ നോക്കിക്കോളാം എന്ന് ഷാജി പാപ്പന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ തോമസ് പാപ്പൻ്റെ ഭാര്യ മരിക്കുകയും അവരുടെ മകളായിട്ടുള്ള റേച്ചലിനെ ഷാജി പാപ്പൻ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സംരക്ഷിക്കാമെന്ന് ഉറപ്പൊക്കെ കൊടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ചിലവിന് കൊടുക്കാൻ പോലും ഷാജി പാപ്പൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. ഷാജി പാപ്പൻ്റെ അമ്മയും റേച്ചലും ഷാജി പാപ്പനുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. പിങ്കി അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിങ്കിക്ക് ഇപ്പോൾ കുറേ മക്കളൊക്കെ ആയിട്ടുണ്ട്. നീലക്കൊടുവേലി ഉമിനീര് ചേർത്ത് കഴിച്ചതുകൊണ്ടായിരിക്കും പിങ്കി നല്ല ആരോഗ്യത്തോടെ മൃഷ്ടാന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് ജീവിക്കുകയാണ്. എന്തായാലും പിങ്കിയെ നമുക്ക് അറക്കാൻ കൊടുത്താലോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ റേച്ചൽ തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വീട്ടിൽ ആകെ വരുമാനമുള്ള ഒരേ ഒരാൾ പിങ്കിയാണ്, അതുകൊണ്ട് പിങ്കിയെ അറക്കാൻ പറ്റില്ല എന്ന്. അത് തന്നെയാണ് ആ വീട്ടിലെ അവസ്ഥ. പിങ്കിയുടെ ഒരു മുട്ടനാട് കുഞ്ഞുണ്ടായപ്പോൾ അതിന് വിറ്റ് കിട്ടിയ പൈസയും പാല് വിറ്റ് കിട്ടുന്ന കാശുമൊക്കെ റേച്ചൽ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് ഒരു സ്കൂട്ടർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നീട് മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കുന്നത് നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്. എന്തായാലും ഷാജി പാപ്പനും കൂട്ടരും പടംവലിയും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ നടുവേദനയ്ക്ക് ഒരു ശമനവും ഉണ്ടാവുന്നില്ല. നടുവേദനയ്ക്ക് പറ്റിയൊരു മരുന്ന് രാജസ്ഥാനിൽ ഒരു ഒറ്റമൂലിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി അറക്കൽ അബു രാജസ്ഥാനിലേക്ക് വിളിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ട് ഷാജി പാപ്പന് നടുവേദന മാറാൻ വേണ്ടിയിട്ടുള്ള ഒറ്റമൂലി അവിടുന്ന് ഒരു ട്രെയിനിൽ അത് ഉണ്ടാക്കുന്ന ആൾക്കാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതൊന്നും മനസ്സിൽ വെക്കാം. ഇതിനിടയിൽ നമ്മുടെ അറക്കൽ അബുവും ക്യാപ്റ്റൻ ഗ്ലീറ്റസും കൂടി പാപ്പൻ്റെ തോട്ടത്തിലേക്ക് കുറച്ച് ചാണകവളത്തിന് വേണ്ടിയിട്ട് ചാണകം എടുക്കാൻ വേണ്ടി പോയി വരുന്ന വഴിക്ക് ഇവർ കുറച്ച് അതിബുദ്ധി കാണിച്ചു. പൈസ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു സമയമല്ലേ, അതുകൊണ്ട് കുറച്ച് ചന്ദനം മുട്ടി ചാണകത്തിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഇവർ കൊണ്ടുവന്നത്. പക്ഷേ ഇത് പാപ്പൻ അറിഞ്ഞിട്ടില്ല. ഇവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴിക്ക് പോലീസുകാർ ഇവരെ തടയുകയും, എന്ന് വെച്ചാൽ നമ്മുടെ ഷമീർ സസ്പെൻഷനിൽ നിൽക്കുകയാണ്. ഷമീറിന് പകരം വന്ന ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം ഈ ലോറി തടയുകയും ഇതിനകത്ത് ചന്ദനമുട്ടി ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തേ പറ്റൂ, അതുകൊണ്ട് ചാണക ലോഡ് മുഴുവൻ ഇവിടെ അൺലോഡ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ഷാജി പാപ്പൻ്റെ ആദ്യത്തെ ഒരു സെറ്റ് പിള്ളേർ വരുന്നു. അത് കഴിഞ്ഞ് ഷാജി പാപ്പൻ തന്നെ വരുന്നു. ഇദ്ദേഹം ഷാജി പാപ്പനെ ഭീഷണിപ്പെടുത്തുമ്പോൾ പാപ്പൻ തൻ്റെ കരുത്ത് തെളിയിക്കാൻ വേണ്ടി പോലീസുകാരനെ പൊക്കിയെടുത്ത് പാലത്തിൽ നിന്ന് താഴേക്ക് പുഴയിലേക്ക് ഇടുകയാണ്. പക്ഷേ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം അറിയുന്നത് ഇതിൻ്റെ അകത്ത് ചന്ദനമുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്തായാലും പാപ്പനെയും കൂട്ടരെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ചന്ദനമുട്ടി കടത്ത് കേസും അതുപോലെ തന്നെ പോലീസുകാരനെ പുഴയിലേക്ക് എറിഞ്ഞ കേസും വെച്ചിട്ട് എല്ലാ ആഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണം, പോലീസ് സ്റ്റേഷൻ പരിധി വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്ന് പറയുന്ന കണ്ടീഷൻസൊക്കെ പാപ്പനുണ്ട്. സർബത്ത് ഷമീർ ആണെങ്കിൽ തിരിച്ച് സർവീസിൽ കയറാൻ വേണ്ടിയിട്ട് പി ശശി ഇപ്പോൾ മന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഒളിച്ചു കയറി കാല് പിടിച്ച് തൊപ്പി തിരിച്ച് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. കാരണം പോലീസുകാരനെ ഒരാൾ പാലത്തിൽ നിന്നെടുത്ത് പുഴയിലേക്ക് ഇട്ടു എന്നുള്ള കാര്യം, അതും തൻ്റെ റേഞ്ചിൽ തൻ്റെ സ്ഥലത്ത് അങ്ങനെ സംഭവിച്ചു എന്നറിയുന്ന ശശി, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവനെയും ഞാൻ ഒതുക്കേണ്ടതാണല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് സർബത്ത് ഷമീർ കാല് പിടിക്കാൻ വരുന്നത്. അപ്പോൾ അവരെ എല്ലാവരെയും ഒതുക്കുന്ന, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പോലീസുകാരൻ അവിടെ വേണം എന്ന് ആശാൻ ചിന്തിക്കുന്ന സമയത്താണ് ഷമീർ വരുന്നത്. അതുകൊണ്ട് ഷമീറിന് അദ്ദേഹം തൊപ്പി തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളുമായി പാപ്പൻ മുന്നോട്ട് പോകുന്ന സമയത്താണ് പാപ്പൻ്റെ ആ പ്രിയപ്പെട്ട ക്ലബ്ബ് വിന്നേഴ്സ് ക്ലബ്ബ് അതിരിക്കുന്നത് പഞ്ചായത്ത് കെട്ടിടത്തിലാണ്. വിന്നേഴ്സ് ക്ലബ്ബ് കൃത്യമായി പുനരുദ്ധാരണം നടത്തിയിട്ടില്ലെങ്കിൽ ആ സ്ഥലവും ബിൽഡിങ്ങും എല്ലാം പഞ്ചായത്ത് ഏറ്റെടുക്കും എന്നുള്ള ഒരു നോട്ടീസ് പാപ്പന് കിട്ടുന്നു. പക്ഷേ അത് പുനരുദ്ധാരണം നടത്താനുള്ള പൈസയൊന്നും പാപ്പൻ്റെ കയ്യിലില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ പാപ്പന് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തു കൊടുക്കില്ല എന്നുള്ളൊരു മനോഭാവത്തിലാണ്. പക്ഷേ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരുപാട് വയസ്സായിട്ടുള്ള ആളാണ്, മക്കളുണ്ടായിരുന്നതിനെയൊക്കെ കെട്ടിച്ചു വിട്ടു, അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പാപ്പൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടിയുണ്ട്, വളരെ യങ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ അടുത്ത് പ്രസിഡന്റിൻ്റെ ഒരു ആഗ്രഹം തോന്നുകയും കല്യാണം ആലോചിച്ച് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. പാപ്പൻ കണ്ടെത്തുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ പ്രസിഡന്റിന് ആദ്യം കുറച്ച് മദ്യം കൊടുക്കും. മദ്യം കൊടുത്ത ശേഷം പ്രസിഡന്റിൻ്റെ ഡ്രൈവർ, അയാളില്ലെങ്കിൽ പ്രസിഡന്റിന് ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല, പ്രസിഡന്റിന് ഒരു ആരോഗ്യക്ഷമത ഇല്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് എരികേറ്റുമ്പോൾ പ്രസിഡന്റ് അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവറുടെ മുഖത്തൊരെണ്ണം പൊട്ടിച്ച് സ്വന്തം വണ്ടി എടുക്കുന്നുണ്ട്. പക്ഷേ ഓൾറെഡി അടിച്ച് ഫിറ്റായ ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് പ്രസിഡന്റ് രാജിവെക്കാൻ വേണ്ടി സമരം ചെയ്തുകൊണ്ടിരുന്ന എതിർ പാർട്ടിക്കാരുണ്ട്. അവരുടെ സമരപ്പന്തലിലേക്കാണ് അദ്ദേഹം വണ്ടി ഇടിച്ച് കയറ്റിയത്. അവരുടെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടുകയും പോലീസ് അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്യുന്ന പ്രസിഡന്റിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ക്ലബിൻ്റെ പുനരുദ്ധാരണത്തിന് പൈസ വേണം, അതെങ്ങനെ നേടിയെടുക്കും എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പാപ്പനും ടീമിനും ഒരു ക്ഷണം കിട്ടുന്നത്. ഒരു വടംവലി മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. വിജയിയാവുകയാണെങ്കിൽ 51 പവൻ്റെ സ്വർണ്ണ കപ്പാണ് സമ്മാനമായിട്ട് കിട്ടുക. പക്ഷേ ഇതിൻ്റെ പ്രാക്ടീസും മത്സരത്തിൻ്റെ രജിസ്ട്രേഷനും ഒക്കെ ആയിട്ട് കുറച്ച് പൈസ വേണമല്ലോ. അതെന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ സ്വന്തം വീടിൻ്റെ ആധാരം അമ്മച്ചിയോട് ചോദിക്കുന്നുണ്ട്. അമ്മച്ചി തരില്ല എന്ന് പറയുമ്പോൾ പാപ്പൻ ആ ആധാരത്തിൻ്റെ ഒരു കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ആ കളർ കോപ്പി വീട്ടിൽ വെച്ച് ഒറിജിനൽ ആധാരം കൊണ്ടുപോയി അബ്ദുള്ള എന്ന് പറയുന്ന കള്ളക്കടത്തും വട്ടിപ്പലിശയ്ക്ക് കൊടുപ്പൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാൾക്ക് ആ
ആ ആധാരം പണയം വെച്ചിട്ട് 2 ലക്ഷം രൂപ വാങ്ങുന്നു. മാമുക്കോയാണ് ആ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിനിടയ്ക്ക് അപ്പുറത്തെ വീട്ടിൽ പ്രസിഡന്റ് കല്യാണം ആലോചിച്ച് വരുന്ന പെൺകുട്ടിയുണ്ടല്ലോ, സ്റ്റെല്ല. പ്രസിഡന്റിന് പാപ്പനൊരു പണി കൊടുത്തതിൻ്റെ സന്തോഷ സൂചകമായിട്ട് പാപ്പന് പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ ഒരു ചെറിയ ഇഷ്ടം പൂവിട്ട് തുടങ്ങുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാം. പക്ഷേ പാപ്പൻ ഇപ്പോഴും ഉള്ളിലൊരു പേടിയുണ്ട്. എന്തായാലും ഈ വടംവലി മത്സരമൊക്കെ നടക്കുന്നത് തമിഴ്നാടിനോട് ചേർന്നിട്ടുള്ള ഒരു അതിർത്തി പ്രദേശത്താണ്. ഇതിനിടയിൽ നമ്മുടെ ഡ്യൂഡിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡ്യൂഡ് നീലക്കൊടുവേലിയും കൊണ്ട് ചെല്ലും എന്ന് പറഞ്ഞ് കാത്തിരുന്ന ഹൈദർ സുൽത്താൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ബോസ് ബാങ്കോക്കിൽ കിടന്ന് വടിയായി. അതുകൊണ്ട് ഡ്യൂഡിന് ഇനി തിരിച്ച് ബാങ്കോക്കിലേക്ക് പോകാൻ പറ്റില്ല. കേരളത്തിലേക്ക് എന്നാൽ കേരള പോലീസിൻ്റെ ഇടികൊള്ളും. സോ വേഷം മാറിയിട്ട് ഒരു ബാങ്ക് കൊള്ളയടിക്കാനുള്ള പ്ലാനാണ് ഡ്യൂഡ് ഇടുന്നത്. ഡ്യൂഡ് ആൻഡ് ടീം അതിനുവേണ്ടി ഒരു ബാങ്കിനോട് ചേർന്നിട്ടുള്ള ഒരു തമിഴൻ്റെ ഹോട്ടലിൽ ജോലിക്ക് നിൽക്കുകയാണ്. ആ തമിഴനാണെങ്കിൽ ഡ്യൂഡിനെ ഇടയ്ക്കിടയ്ക്ക് തല്ലുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഡ്യൂഡ് അത് മുഴുവൻ സഹിക്കുകയാണ്. ഡ്യൂഡിനോടൊപ്പം ഡ്രാഗൺ പൈലിയും അദ്ദേഹത്തിൻ്റെ മുൻ ടീം അംഗങ്ങളുണ്ട്. ഇവരെല്ലാവരും കൂടി ഈ തട്ടുകടയുടെ ബാക്ക് സൈഡിൽ ഒരു വലിയ ചരിവം വെച്ച് മറച്ചൊരു കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കുഴി നേരെ ബാങ്കിൻ്റെ ലോക്കർ റൂമിലേക്കാണ് ചെല്ലുന്നത്. അവരവിടെ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ പാപ്പൻ ടീമിനോടൊപ്പം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ സംസ്ഥാനം കടന്നു പോകണ്ടേ. അതിന് ഷമീർ സമ്മതിക്കില്ലല്ലോ. കാരണം എല്ലാ ആഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടണം. സ്റ്റേഷൻ്റെ പരിധി വിട്ട് പുറത്ത് പോകാനും പാടില്ല. അപ്പോൾ അവർ വേഷം മാറി പുറത്തേക്ക് കിടക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ചിട്ട് സർബത്ത് ഷമീറിൻ്റെ ഗ്യാങ് ഷാജി പാപ്പനെ അറസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ഷാജി പാപ്പനെ മാത്രമാണല്ലോ സർബത്ത് ഷമീറിന് ആവശ്യമുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളെ മുഴുവൻ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് പൊക്കോളം പറഞ്ഞിട്ട് ഷാജി പാപ്പനെ മാത്രം സർബത്ത് ഷമീർ കൂടെ നിർത്തുന്നു. ഷാജി പാപ്പൻ അങ്ങനെ എങ്ങനെ രക്ഷപ്പെടും എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് സർബത്ത് ഷമീറിൻ്റെ അടുത്ത് പി ശശിയെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്നു. എന്നിട്ട് സർബത്ത് ഷമീറിൻ്റെ കയ്യിലിരുന്ന വയർലെസ് ഓണാക്കി വെക്കുകയും ചെയ്യുന്നു. ഇതറിയാതെ സർബത്ത് ഷമീർ ആശാനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് പറയുന്നു. ഇത് മുഴുവൻ അപ്പുറത്തെ സൈഡിൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ മൈക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഗൺമാൻ്റെ അടുത്തു നിന്നുള്ള ഈ വയർലെസ് സെറ്റിലൂടെ ആശാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആഭ്യന്തരമന്ത്രിയെ ചീത്ത പറഞ്ഞതിന് ഷമീറിന് വീണ്ടും പണി കിട്ടുന്നു. ഷാജി പാപ്പൻ അവിടുന്ന് രക്ഷപ്പെടുന്നു. കുറച്ചു മുമ്പ് ഷാജി പാപ്പൻ്റെ അടുത്തുനിന്ന് യാത്ര പറഞ്ഞു പോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളൊക്കെ മത്സരം നടക്കുന്ന സ്ഥലത്തെത്തി. ഷാജി പാപ്പനും അങ്ങോട്ടെത്തി. അവർ മത്സരിച്ച് ജയിക്കുന്നുണ്ട്. ജയിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് അവർ മേരിയെ കാണുന്നുണ്ട്. പാപ്പനെ പണ്ട് പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യ. പൊന്നപ്പൻ്റെ മക്കളെയും സ്വന്തം മക്കളെയും നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, അതായത് അയാളുടെ മുൻ ഭാര്യയിലുള്ള മക്കളെയും കൂടി നോക്കേണ്ട അവസ്ഥയിലേക്ക് മേരി എത്തിയിട്ടുണ്ട്. മേരിയെ കളിയാക്കുന്ന പാപ്പനെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കപ്പുമായിട്ട് ഷാജി പാപ്പൻ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ കയറി ചെന്ന് നോക്കുമ്പോഴാണ് സ്വർണ്ണക്കപ്പിന് പകരം മരത്തിൽ കയറി ചുറ്റിയൊരു കപ്പാണ് അവരുടെ കയ്യിലിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. പിന്നീടാണ് അവരൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. സ്വർണ്ണക്കപ്പ് അടിച്ചു മാറ്റിയിട്ടുള്ളത് അണലി സാബുവാണ്. കാരണം അണലി സാബുവിൻ്റെ ഒരു ടീം വടംവലി മത്സരത്തിനുണ്ടായിരുന്നു. അവരുടെ ടീമിനെ പൊട്ടിച്ചിട്ടാണ് ഷാജി പാപ്പൻ ഈ ഗോൾഡ് കപ്പ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അണലി സാബുവും ടീമും കൂടി ഇവരുടെ കയ്യിൽ നിന്ന് ഈ സ്വർണ്ണക്കപ്പ് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. സാബുവിൻ്റെ ചേട്ടനുണ്ട് ചെകുത്താൻ ലാസർ. അയാളൊരു ബോംബ് സ്ഫോടനത്തിൽ മരിച്ചുപോയി എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ ഷാജി പാപ്പൻ എന്ത് ചെയ്തു? അണലി സാബുവോ എന്ത് സാബു ആയിക്കോട്ടെ, പൈസയ്ക്ക് ഇത്ര അത്യാവശ്യമുള്ള സമയമല്ലേ. അങ്ങനെ ഈ ഗോൾഡ് കപ്പ് കയ്യിൽ കിട്ടിയിട്ടില്ല എന്നറിയുമ്പോൾ, ആധാരം പണയത്തിലാണെന്ന് അറിയുമ്പോൾ ഷാജി പാപ്പൻ്റെ അമ്മ ആശുപത്രിയിലാവുകയും ICUവിൽ നല്ല തണുപ്പായതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് വാശി പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കണം, വീടിൻ്റെ ആധാരം തിരിച്ചെടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ കപ്പ് കിട്ടിയല്ലേ പറ്റൂ. നേരെ അണലി സാബുവിൻ്റെ ഡാൻസ് ബാറിലേക്ക് ചെല്ലുന്നു. അവിടെ മുഴുവൻ അടിച്ച് പൊളിച്ചിട്ടിട്ട് സ്വർണ്ണ കപ്പുമായിട്ട് തിരിച്ചു വരുന്നു. ആ സമയത്ത് സച്ചിൻ ഗ്ലീറ്റസ് നമ്മളിവിടെ വന്ന് ഇത്രയും കാര്യമൊക്കെ ചെയ്തില്ലേ, ഷാജി പാപ്പൻ ആരാണെന്ന് എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ച് ഷാജി പാപ്പൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ അവിടെ എഴുതി വെക്കുന്നുണ്ട്. അവരെന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും വീട്ടിൽ അണലി സാബുവും മരിച്ചുപോയി എന്ന് കരുതുന്ന അയാളുടെ സഹോദരൻ ചെകുത്താൻ ലാസറും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർ ഷാജി പാപ്പന് ആ ഡാൻസ് ബാറിൽ അവർ അടിച്ചു പൊളിച്ചു കൊടുത്ത എല്ലാ കാര്യത്തിൻ്റെയും കൂടി ചേർത്ത് ഒരു 27 ലക്ഷം രൂപയുടെ ബില്ല് കൊടുക്കുന്നുണ്ട്. ആ പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഷാജി പാപ്പൻ്റെ 2 പിള്ളേരെയും സ്വർണ്ണ കപ്പും എടുത്തുകൊണ്ടാണ് ചെകുത്താൻ ലാസറും അണലി സാബുവും കൂടി അവിടുന്ന് പോകുന്നത്. ചെകുത്താൻ ലാസറിൻ്റെ അടി കിട്ടിയ ഷാജി പാപ്പന് ബോധം തെളിയുന്നത് പിറ്റേ ദിവസം ആശുപത്രിയിൽ വെച്ചിട്ടാണ്. അപ്പോഴാണ് സ്വർണ്ണക്കപ്പും 2 ടീം മെമ്പേഴ്സിനെയും അവർ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യം ഷാജി പാപ്പൻ അറിയുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സാത്താൻ സേവ്യർ ഒരു ഡീലൊക്കെ നടത്തി കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട്. പൈസ മുഴുവൻ 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടായി ഇയാൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്ന ഡ്യൂഡ് ആൻഡ് ടീം അവർ ലോക്കറിൻ്റെ അവിടെ എത്തി. ലോക്കർ തുറന്ന് നോക്കിയപ്പോഴാണ് 1000-ൻ്റെയും 500-ൻ്റെയും നോട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന സന്തോഷം അവരറിയുന്നത്. അങ്ങനെ ഇവരെല്ലാവരും പൈസ ഇങ്ങനെ ഒരുപാട് കയ്യിലിരിക്കുന്ന സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രി നോട്ട് നിരോധനം ഏർപ്പാടാക്കുന്നത്. അപ്പോൾ ബാങ്ക് കൊള്ളയടിക്കാൻ പറ്റില്ല, അതിൽ നിന്ന് ഇനിയൊന്നും കിട്ടാനില്ല എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഡ്യൂഡ് ആൻഡ് ടീം 3G ആവുന്നുണ്ട്. പൈസ നോട്ട് കെട്ട് മുഴുവൻ ഒരു ബെഡാക്കി വെച്ച് അതിൽ കിടന്നുറങ്ങിയിരുന്ന സാത്താൻ സേവ്യറും 3G ആവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും 3G ആയിട്ടിരിക്കുകയാണ്. ഷാജി പാപ്പൻ നമ്മുടെ ചെകുത്താൻ ലാസറിനുള്ള പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അബ്ദുള്ളയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. ആ വീടിനും ആധാരത്തിനും 27 ലക്ഷം ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അബ്ദുള്ള അവരെ തിരിച്ചയക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും
പൈസയുടെ ഭയങ്കര ആവശ്യമുണ്ട്. ഇതിനിടയിലാണ് നമ്മൾ മംഗലാപുരത്ത് വെച്ച് നടക്കുന്ന ഒരു ഡീല് കാണുന്നത്. ഈ 1000-ന്റെയും 500-ന്റെയും നോട്ടൊക്കെ നിരോധിച്ചതിന് ശേഷം സാമ്പത്തികമായി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഷെട്ടിയുടെ സഹായിയായിട്ട് പ്രഭാകരൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ ബിസിനസ് വളരെ മോശമായിരിക്കുന്ന സമയത്താണ് ഷെട്ടിയെയും പ്രഭാകരനെയും കാണാൻ വേണ്ടി സുരേഷ് ഭായ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇയാൾ കുറച്ച് ഗവൺമെൻറ്റിൽ പിടിപാടൊക്കെ ഉള്ള ആളാണ്. ഇദ്ദേഹം ഒരു അടിപൊളി ഐഡിയയുമായിട്ടാണ് വരുന്നത്. ഇറങ്ങാൻ പോകുന്ന 500-ന്റെ നോട്ട് ബാങ്കുകൾക്ക് പോലും കിട്ടിയിട്ടില്ല. ആ 500-ന്റെ നോട്ടിൻ്റെ പ്രിൻ്റ് പുള്ളി സംഘടിപ്പിച്ച് തരാം, അതായത് കമ്മട്ടം സംഘടിപ്പിച്ച് തരാം. അത് വെച്ചിട്ട് 500 രൂപ നോട്ടിൻ്റെ കള്ള നോട്ട് അടിക്കാം. അപ്പോൾ 500-ന്റെ നോട്ട് വിപണിയിൽ വന്ന എല്ലാവരും ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ എന്നറിയുന്നതിന് മുമ്പേ കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡീലാണത്. അപ്പോൾ ഷെട്ടി വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഷെട്ടിയുടെ കൂടെ പ്രഭാകരൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ പ്രഭാകരൻ പക്ഷേ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ സാത്താൻ സേവ്യറിനെ പോയി കാണും. സാത്താൻ സേവ്യറിൻ്റെ അടുത്ത് 500-ന്റെ പുതിയ നോട്ടിൻ്റെ പ്രിൻ്റ് എൻ്റെ കയ്യിൽ വരുന്നുണ്ട്, അത് ഞാൻ തനിക്ക് എത്തിച്ചു തരാം, എന്നിട്ട് നമുക്ക് കാശുണ്ടാക്കാം, പകരം എനിക്ക് 18 കോടി രൂപ വേണമെന്ന് പറയും. അതും ഡോളറിൽ വേണമെന്നാണ് പുള്ളി പറയുന്നത്. $3 മില്യൺ ആണ് പറയുന്നത്. അങ്ങനെ സാത്താൻ സേവ്യറും പ്രഭാകരനും കൂടി ഉണ്ടാക്കിയ ഡീലിൻ്റെ ഭാഗമായിട്ട് പ്രഭാകരൻ അയാളുടെ കയ്യിൽ കിട്ടിയ 500 രൂപയുടെ ആ പ്രിന്റുകൾ ഒരു പെട്ടിക്കകത്താക്കി തൻ്റെ സഹായികൾ, വലിയ വിവരമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്, ഇവരുടെ കയ്യിലാക്കിയിട്ട് ഗോമംഗലം എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ്റെ അവിടെ വെച്ചിട്ടാണ് സാത്താൻ സേവ്യറിൻ്റെ ആൾക്കാർ ഇവരുടെ കയ്യിൽ നിന്ന് ഈ പ്രിന്റ് കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രിന്റ് കളക്ട് ചെയ്തിട്ട് ഈ പൈസ ഈ പണിക്കാരെയാണ് അവരെ ഏൽപ്പിക്കേണ്ടത്. പക്ഷേ പ്രഭാകരൻ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞാൽ ഷെട്ടി അയാളെ വെറുതെ വിടില്ലല്ലോ. അപ്പോൾ പ്രഭാകരൻ ഒരു അതിബുദ്ധി കാണിക്കും. ഈ പണിക്കാരുടെ കയ്യിൽ ഈ നോട്ടിൻ്റെ പ്രിൻ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ തലയ്ക്കടിച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് പൊക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തലയ്ക്കടി കൊണ്ട് കിടക്കുക എന്നുള്ളതാണല്ലോ. പണിക്കാരൻ വളരെ ആത്മാർത്ഥതയുള്ളതായതുകൊണ്ട് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കും. ആ അടി കിട്ടി പ്രഭാകരൻ കോമയിലാവുകയാണ്. പ്രിൻ്റ് കൈമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോടൊപ്പം ഒരു സെൽഫി എടുത്തിട്ട് തനിക്ക് വാട്സപ്പ് ചെയ്യണമെന്ന് പറയുന്ന കാര്യം പ്രഭാകരൻ നേരത്തെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പണിക്കാർ നേരെ ഗോമംഗലം സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അതേ ഗോമംഗലം സ്റ്റേഷനിൽ വെച്ചിട്ടാണ് രാജസ്ഥാനിൽ നിന്ന് ഒരു ഫക്കീർ ഉണ്ടാക്കുന്ന ഷാജി പാപ്പൻ്റെ നടുവേദന മാറാനുള്ള ഒറ്റമൂലിയില്ലേ, ഇതുമായിട്ട് അവിടുത്തെ 2 പണിക്കാർ വരുന്നത്. അവർക്ക് മലയാളം ഒട്ടും അറിയില്ല. പക്ഷേ ഷെട്ടിയെ പറ്റിച്ച് പ്രഭാകരൻ സാത്താനുമായി ഡീൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഡീൽ അറിഞ്ഞ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ സോമനാണ്. സോമൻ നേരെ ഡ്യൂഡിനെ പോയി കാണും. ഡ്യൂഡിന് സോമനോട് ഓൾറെഡി കലിപ്പായിട്ടിരിക്കുകയാണ്. കാരണം സോമനാണല്ലോ ഈ സാത്താൻ സേവ്യറുമായിട്ട് ഡ്യൂഡിനെ കൂട്ടിമുട്ടിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ സോമൻ ആദ്യം എടുത്തിട്ടിരിക്കും. അത് കഴിയുമ്പോൾ സോമൻ കാര്യം പറയും. കാര്യം പറഞ്ഞു കഴിയുമ്പോഴേക്കും ഡ്യൂഡ് ആൻഡ് ടീം റെഡി ആവുകയാണ്. കാരണം 500 രൂപ നോട്ടിൻ്റെ ഈ കള്ളനോട്ട് അടിക്കാൻ പറ്റുന്ന പ്രിന്റ് കിട്ടുകയാണെങ്കിൽ ഡ്യൂഡിന് കോടീശ്വരനാവാമല്ലോ. അപ്പോൾ സോമനും ഡ്യൂഡും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് വെക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഈ കമ്മട്ടം ഉണ്ടല്ലോ, ഇത് വഴിയിൽ വെച്ച് സോമനെ പേടിപ്പിച്ച് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്തിട്ട് ഡ്യൂഡ് ആൻഡ് ടീം തട്ടിക്കൊണ്ടുപോകുന്ന പോലത്തെ ഒരു പദ്ധതി. ഇതിനിടയിൽ പാവം നമ്മുടെ ഷാജി പാപ്പൻ അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പക്ഷേ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് എല്ലാത്തിനും ഇടിച്ച് മലർത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തൻ്റെ നടുവേദന കാരണം പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ഒറ്റമൂലി വരുന്നുണ്ട്. അതാണെങ്കിൽ 15,000 രൂപ കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പോഴാണ് റേച്ചൽ നേരത്തെ നമ്മൾ പറഞ്ഞ സ്കൂട്ടർ വാങ്ങാൻ വെച്ചിരുന്ന പൈസയിൽ നിന്ന് 15,000 രൂപ ഷാജി പാപ്പന് കൊടുക്കുന്നത്. പാപ്പൻ്റെ പിള്ളേരും ഷാജി പാപ്പനും കൂടി നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ പാപ്പൻ്റെ ഒറ്റമൂലിയുമായിട്ട് വന്ന ആളുകൾ അവർ ഉറങ്ങിപ്പോയി. 500 രൂപയുടെ പ്രിൻറ്റുമായിട്ട് വന്ന ആൾക്കാരാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങുന്നത്. ഷാജി പാപ്പനെയും സർബത്ത് ഷമീറിനെയും കണ്ടു കഴിയുമ്പോഴേക്കും സോമനും ബാറ്ററി സൈമണും ഇവരുടെ കണ്ണി പെടാതിരിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ ഒളിച്ചിരിക്കുകയാണ്. ഷാജി പാപ്പനും ടീമും ഒറ്റമൂലിയാണെന്ന് വിചാരിച്ചിട്ട് ഈ നോട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിന്റ് കൈപ്പറ്റുന്ന സമയത്ത് അവരൊരു സെൽഫി എടുക്കും. ആ സെൽഫി പ്രഭാകരൻ അയച്ചു കൊടുക്കും. മറ്റ് 2 പ്രതികളെ കയറ്റിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് വന്ന സർബത്ത് ഷമീർ അറിയാതെ ആ സെൽഫിയിൽ പെട്ടുപോവുകയും ചെയ്യും. എന്തായാലും ഷാജി പാപ്പൻ കൊടുത്ത 15,000 രൂപയുമായി 500 രൂപയുടെ പ്രിന്റ് കൊടുത്തവർ തിരിച്ചു പോവുകയും ഒറ്റമൂലിയായിട്ട് വന്നവർ ട്രെയിൻ വിട്ടു തുടങ്ങുമ്പോഴാണ് ബോധം വന്ന് എണീക്കുന്നത്. അവരപ്പം തന്നെ ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങും. ആ സമയം കൊണ്ട് ഷാജി പാപ്പനും സർബത്ത് ഷമീറും ഒക്കെ കളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാത്താൻ സേവൻ്റെ ആൾക്കാരായിട്ടുള്ള സോമനും സൈമണും കൂടി ഈ ഒറ്റമൂലിക്കാരുടെ അടുത്ത് ചെന്ന് ഒറ്റമൂലി പിടിച്ചു വാങ്ങിക്കുകയും അവർക്ക് 18 കോടി രൂപ മൂല്യമുള്ള ഡോളേഴ്സ് കൊടുത്തിട്ട് അവിടുന്ന് പോവുകയും ചെയ്യും. സോമനും സൈമണും പോകുന്ന വഴിക്ക് ഡ്യൂഡ് അവരുടെ കയ്യിൽ നിന്ന് ഇത് തട്ടിപ്പറിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല. കാരണം അവർ ഈ സോമനെയും സൈമണെയും ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഒരു പാലത്തിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അവരിരുന്നത് ഒരു ലോറിയുടെ മുകളിലായിരുന്നു. ലോറി കറക്റ്റ് സമയത്ത് എടുത്തു പോയപ്പോഴേക്കും ഇവർക്ക് ഈ 500-ന്റെ നോട്ടാണ് എന്ന ധാരണയിൽ നിൽക്കുന്ന ആ ഒറ്റമൂലി വാങ്ങിക്കാൻ പറ്റിയില്ല. സോമനും സൈമണും കൂടി പെട്ടിയുമായിട്ട് നമ്മുടെ സാത്താൻ സേവൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് ആ പെട്ടിക്കകത്ത് ഒറ്റമൂലി മാത്രമേ ഉള്ളൂ എന്ന് അവരറിയുന്നത്. അപ്പോൾ പാപ്പൻ ആൻഡ് ടീമിൻ്റെ കയ്യിലാണ് ഈ കമ്മട്ടം കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യം അവർക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അവർ നേരെ പാപ്പൻ ആൻഡ് ടീമിനെ തപ്പി ഇറങ്ങാണ്.
പാപ്പൻ്റെയും ടീമിൻ്റെയും പ്രശ്നം അവർക്ക് ഈ കിട്ടിയിട്ടുള്ള മെറ്റൽ പ്ലേറ്റ് ഇത് എന്തിൻ്റെയാണെന്ന് മനസ്സിലാവുന്നില്ല. അത് കൊടുത്ത് എന്തെങ്കിലും പൈസ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അവർ നേരെ ചെല്ലുന്നത് അബ്ദുള്ളയുടെ അടുത്താണ്. അബ്ദുള്ളയ്ക്ക് ഇത് പുതിയ നോട്ടടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിൻ്റ് ആണെന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഇതൊരു പുരാവസ്തുവാണ് എന്ന് പറഞ്ഞിട്ട് പുരാവസ്തുക്കളോടുള്ള തൻ്റെ മൊഹബത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 50,000 രൂപയ്ക്ക് വേണമെങ്കിൽ ഇത് എടുത്തോളാം എന്ന് പറയുന്നു. പാപ്പനും കൂട്ടർക്കും 50,000 രൂപ കൊടുത്തിട്ട് പുള്ളി ഈ പ്രിൻ്റ് വാങ്ങിക്കുകയാണ്. പാപ്പനും കൂട്ടർ അവിടുന്ന് പോകുമ്പോഴേക്കും അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ ഡ്രൈവറിൻ്റെ കൂടെ ഒരു ആംബുലൻസിൽ കയറി അവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നു. ആംബുലൻസ് ആകുമ്പോൾ ആരും ചെക്കിങ്ങിനൊന്നും നിർത്തില്ലല്ലോ. അപ്പോൾ നേരെ മംഗലാപുരത്ത് പോയിട്ട് നോട്ടടിച്ച് കോടീശ്വരനാവാന്ന് പറഞ്ഞിട്ടാണ് അബ്ദുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഷാജി പാപ്പനും കൂട്ടരും കൈ കിട്ടി 50,000 രൂപയായിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ പ്രഭാകരൻ്റെ ആൾക്കാർ ഒരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു. സർബത്ത് ഷമീറും കൂടി പതിഞ്ഞിട്ടുള്ളൊരു സെൽഫിയാണ്. ഈ സെൽഫി പ്രഭാകരൻ്റെ നമ്പറിലേക്ക് അയക്കുന്നു. പ്രഭാകരൻ ഇവിടെ കോമയിൽ കിടക്കുകയാണല്ലോ. ഇദ്ദേഹത്തിൻ്റെ ഫോണ് നമ്മുടെ ഇൻ്റലിജൻസ് വിങ്ങിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അവർ നോക്കുമ്പോൾ ഒരു സെൽഫി അവിടെ വന്നിരിക്കുകയാണ്. സോ ഇവരാണ് രാജ്യദ്രോഹ പ്രവർത്തനം, അതായത് കള്ളനോട്ടടിക്കുക എന്ന് പറയുന്നത് രാജ്യദ്രോഹ പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിന് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം വാർത്ത വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സർബത്ത് ഷമീറിനും വളരെയധികം പ്രഷർ വരികയാണ്. കാരണം പാപ്പനെയും കൂട്ടരെയും കണ്ടെത്തി ഈ നോട്ടടിക്കാനുള്ള പ്രിൻ്റ് തപ്പിയെടുത്തേ പറ്റൂ. പാപ്പനും കൂട്ടർക്കും ഈ ന്യൂസ് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്ന്. അവർ നേരെ അബ്ദുള്ളയെ അന്വേഷിച്ച് ചെല്ലും. പക്ഷേ പോകുന്ന വഴിക്കാണ് ആംബുലൻസ് പാസ് ചെയ്ത് പോകുന്നത് കാണുന്നത്. ആംബുലൻസ് കയറി രക്ഷപ്പെടുന്ന അബ്ദുള്ളയുടെ പ്ലാനൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അബ്ദുള്ളയുടെ സ്ഥിരം ഡ്രൈവർ തന്നെയാണ് ആംബുലൻസ് ഓടിച്ചിരുന്നത്. അത് കണ്ട് പാപ്പനും കൂട്ടർക്കും ഇത് മനസ്സിലാവുകയും അവർ ആംബുലൻസിൻ്റെ പുറകെ വെച്ച് പിടിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആംബുലൻസിൻ്റെ സ്പീഡിൽ പോകാൻ പാപ്പൻ്റെ വണ്ടിക്ക് പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഡ്യൂഡ് ആൻഡ് കോ ലോറിയിൽ കയറി പോയതല്ലോ, അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുന്നത് ഒരു ജീപ്പിലാണ്. വരുന്ന സമയത്ത് തൻ്റെ കൂടെയുള്ള ആൾക്കാർ സംസാരിച്ച് അങ്ങനെ ഒരു ഗ്രനേഡൊക്കെ എടുക്കുമ്പോഴേക്കും അത് പൊട്ടുവോ പൊട്ടില്ലെന്ന് ടെൻഷൻ അടിച്ചിട്ട് ഈ വണ്ടി ഒരു ആൽമരത്തിൽ പോയി ഇടിക്കുകയാണ്. ഇടി കൊണ്ട് വണ്ടിയിൽ നിന്ന് തെറിച്ച് പോയിട്ടുള്ള ഡ്യൂഡിനെ ഇവർ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി നേരെ വരുന്ന ആംബുലൻസിന് കൈ കാണിക്കുന്നു. ആ ആംബുലൻസ് എന്ന് പറയുന്നത് അബ്ദുള്ള വരുന്ന ആംബുലൻസ് ആയിരുന്നു. അബ്ദുള്ള വരുന്നതാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. എന്തായാലും ഡ്യൂഡിനെ അവർ ആംബുലൻസിൻ്റെ പുറകിൽ കയറ്റുന്നു. ബാക്കി ടീം അംഗങ്ങളും കയറുന്നു. എന്നിട്ട് അവർ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. വണ്ടി കയറിയ ഡ്യൂഡിന് മനസ്സിലായി അബ്ദുള്ളയുടെ കയ്യിലിരിക്കുന്നത് കമ്മട്ടമാണ് എന്നുള്ളത്. ഡ്യൂഡ് അബ്ദുള്ളയെ വഴി തള്ളി ഇറക്കിയതിന് ശേഷം കമ്മട്ടവുമായിട്ട് രക്ഷപ്പെടുകയാണ്. പാപ്പനും കൂട്ടരും വഴിക്ക് വെച്ചിട്ട് അബ്ദുള്ളയെ കാണുന്നുണ്ട്. എന്തായാലും അത് ഡ്യൂഡിൻ്റെ കൈ കിട്ടിയെന്ന് മനസ്സിലാക്കി അവർ വീണ്ടും ആംബുലൻസിനെ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ആംബുലൻസ് ഒരു തുരങ്കത്തിലേക്ക് കയറുമ്പോഴേക്കും ആ തുരങ്കത്തിൽ അവരെ കാത്തു നിന്നത് ഒരു കണ്ടെയ്നർ ലോറിയായിരുന്നു. അതിൻ്റെ ബാക്ക് സൈഡ് ഓപ്പൺ ആയിരുന്നു. ആംബുലൻസ് നേരെ കണ്ടെയ്നറിൻ്റെ അകത്ത് കയറിയതും കണ്ടെയ്നർ ലോക്കാവുന്നു. ആ കണ്ടെയ്നറും കൊണ്ട് വന്നത് ഡ്യൂഡ് നേരത്തെ ജോലി ചെയ്തിരുന്ന ആ കടയുടമ തമിഴനാണ്. കാരണം പുള്ളീനെ തല്ലി കടയ്ക്ക് തീയിട്ടിട്ടാണല്ലോ ഡ്യൂഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡ്യൂഡിനെയും കൂട്ടരെയും ആക്രമിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഉദ്ദേശം. പുള്ളി കുറച്ച് ദൂരെ മാറിയിട്ട് ഈ കണ്ടെയ്നർ ലോറി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുകയും ആംബുലൻസ് വണ്ടിയിൽ നിന്ന് പുറത്തിറക്കിയിട്ട് ഡ്യൂഡിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കമ്മട്ടമടക്കം ആംബുലൻസിൽ ഉപേക്ഷിച്ച് ഡ്യൂഡിനെയും കൂട്ടിയിട്ട് ഇവർ നേരെ പോവുകയാണ്. കാരണം ഡ്യൂഡിനെ ഇടിക്കുക എന്നുള്ളതാണല്ലോ പുള്ളിയുടെ ഉദ്ദേശം. പുറകെ വരുന്ന ഷാജി പാപ്പനും കൂട്ടരും ആംബുലൻസിൻ്റെ അകത്തുനിന്ന് ഈ കമ്മട്ടം വീണ്ടെടുക്കുന്നു. ഇതിനിടയിൽ അബ്ദുള്ള, എനിക്ക് 500 നോട്ട് വെച്ച് കോടികൾ ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ, എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കും കിട്ടണ്ടെന്ന് വിചാരിച്ച് നേരെ സർബത്ത് ഷമീറിനെ വിളിച്ചിട്ട് ഇത് പാപ്പൻ്റെയും കൂട്ടുകാരുടെയും കയ്യിലാണുള്ളത്, അവരങ്ങനെ അതിൻ്റെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. അങ്ങനെ പാപ്പൻ്റെ പുറകെ സർബത്ത് ഷമീർ പോകുന്നുണ്ടെങ്കിലും സർബത്ത് ഷമീറിൻ്റെയും സാത്താൻ സേവ്യറിൻ്റെയും വണ്ടികൾ നേർക്ക് നേര് വരുന്നു. പിന്നെ അവരുടെ ഒരു സ്ഥിരം ഈ വണ്ടിക്കാരുടെ ഇടയിൽ ഡ്രൈവേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു അനാവശ്യ ഈഗോ ഉണ്ട്. ഞാൻ പിന്നോട്ടെടുക്കില്ല, അവൻ പിന്നോട്ടെടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, അങ്ങനെ ഹോൺ അടിച്ച് ലൈറ്റ് അടിച്ച് കാണിച്ച് തമ്മിലിടിച്ചിട്ട് രണ്ടുപേരും ആക്സിഡൻ്റ് ആവുന്നുണ്ട്. എന്തായാലും കമ്മട്ടം കൈ കിട്ടിയ ഷാജി പാപ്പൻ ഒരു അടിപൊളി നമ്പർ ഇറക്കുകയാണ്. നേരെ ചെകുത്താൻ ലാസറിനെ വിളിക്കുന്നു. കാര്യമൊക്കെ അറിഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ 500-ൻ്റെ കമ്മട്ടം കിട്ടിയിട്ടുണ്ട്, ഞാൻ അതുമായിട്ട് അങ്ങോട്ട് വരാം. ചെകുത്താൻ ലാസർ ആണെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ച് കോടീശ്വരനാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇവർ ഈ 500-ൻ്റെ പ്രിൻറ്റുമായിട്ട് നേരെ ചെകുത്താൻ ലാസറിൻ്റെ അടുത്ത് ചെല്ലുന്നു. അവിടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ സർബത്ത് ഷമീറിനെ വിളിച്ച് അങ്ങോട്ടേക്ക് വരുത്താം, എന്നിട്ട് ചെകുത്താൻ ലാസറിനെയും കൂടി പെടുത്താം എന്ന് പറയുന്നതാണ് ഷാജി പാപ്പൻ്റെ മനസ്സിലെ പ്ലാൻ. പക്ഷേ ഇവർ ഈ 500-ൻ്റെ പ്രിൻറ്റ് വെച്ചിട്ട് നോട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ അബദ്ധം സംഭവിച്ചു. ആ 500-ൻ്റെ നോട്ടിൻ്റെ പ്രിൻറ്റില്ലേ, അതിൽ മഹാത്മാഗാന്ധിക്ക് കണ്ണടയില്ല. അത് ആക്ച്വലി ഈ കമ്മട്ടം ഉണ്ടാക്കിയവരുടെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആയിരുന്നു. ആ മിസ്റ്റേക്ക് ഇവർ നോട്ട് പ്രിൻ്റ് എടുത്ത് കഴിയുമ്പോഴാണ് അറിയുന്നത്. പിന്നെ അവിടെ വെച്ചിട്ട് ഷാജി പാപ്പനും ചെകുത്താൻ ലാസറും അവരുടെ ടീമുകളും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെ നടക്കുകയാണ്. ഷാജി പാപ്പൻ്റെ കരുത്ത് അവിടെ വെച്ചിട്ട് നമ്മൾ കാണുന്നു. ചെകുത്താൻ ലാസറെ അദ്ദേഹം ഇടിച്ച് പഞ്ഞി കിടുന്നുണ്ട്. അവിടുന്ന് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഈ കമ്മട്ടം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളൊക്കെ വരുന്നു. അവർക്ക് ഈ കമ്മട്ടം തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ വക പാരിതോഷികമായി 10,001 രൂപ കിട്ടുന്നു എന്ന് പറയുന്ന കാര്യം അറിയുമ്പോൾ ഷാജി പാപ്പനും കൂട്ടുകാരും ഒരു പ്രത്യേക രീതിയിൽ ചിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ആ കപ്പ് ഉണ്ടല്ലോ, 51 പവൻ്റെ, ആ കപ്പ് കിട്ടിയിട്ട് വേണം കടം തീർക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണല്ലോ ഷാജി പാപ്പൻ. പക്ഷേ ആ കപ്പ് പോലീസിൻ്റെ കയ്യിലാണ്. ഇനി അത് തൊണ്ടി മുതലായിട്ട് കണക്കിലെടുക്കുകയും അത് തിരിച്ചു കിട്ടാൻ ഒഫീഷ്യലി മൂവ് ചെയ്താൽ 4-5 കൊല്ലം എടുക്കും എന്ന് പറയുന്ന കാര്യമൊക്കെ മനസ്സിലാക്കി നിരാശരായി അവർ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇവരുടെ നേരത്തെ
ഒറ്റമൂലിയുമായിട്ട് രാജസ്ഥാനിൽ നിന്ന് വന്ന ആൾക്കാരില്ലേ, അവർക്ക് സാത്താൻ സേവ്യറിൻ്റെ ആൾക്കാർ കൊടുത്തിട്ടുള്ളത് ഡോളറായിരുന്നു. കാര്യം 18 കോടി രൂപ മൂല്യമുള്ള ഡോളറാണെങ്കിലും അവർക്ക് ഈ ഡോളർ കിട്ടിയിട്ട് കാര്യമില്ല, അവർക്ക് ഇന്ത്യൻ മണി തന്നെ കിട്ടണം എന്നുള്ളതാണ്. അങ്ങനെ ഓടി വന്ന് ഈ 18 കോടി രൂപ വർത്തായിട്ടുള്ള ഡോളർ ഇവരുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ ഗ്ലീറ്റസിൻ്റെ, സച്ചിൻ ഗ്ലീറ്റസിൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന മാലയും പൊട്ടിച്ച് അവരവിടുന്ന് പോരുകയാണ്. കാര്യം സ്വർണം വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യൻ പൈസ 15,000 രൂപ കിട്ടുമല്ലോ. പക്ഷേ ക്ലീറ്റസിൻ്റെ കഴുത്തിൽ കിടന്നിരുന്നത് റോൾഡ് ഗോൾഡ് ആയിരുന്നു. അവരതുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. കയ്യിലിരിക്കുന്ന ഡോളറിൻ്റെ വലിപ്പം എന്താണ് എന്നുള്ളത് അറക്കൽ അബുവിനും ഷാജി പാപ്പനും ഒക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, കടമൊക്കെ തീർന്നു, ക്ലബ്ബ് പുനരുദ്ധാരണം ചെയ്യാം, അവർക്ക് പല ബിസിനസ് പരിപാടികളും ഒക്കെ ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന അത്രയും പൈസയാണ് അവരുടെ കയ്യിൽ വന്നിട്ടുള്ളത്. ആ പൈസയുമായിട്ട് അവരെങ്ങനെ നിൽക്കുന്ന സമയത്താണ് പൊന്നപ്പൻ മറ്റൊരാളുടെ ഭാര്യയുമായി ഒളിച്ചോടി വരുന്ന കാഴ്ച ഇവർ കാണുന്നത്. പൊന്നപ്പനെ അവർ ഓടിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ ആട് 2ഉം അവസാനിക്കുകയാണ്. എന്തായാലും ആട് 2 അവസാനിക്കുമ്പോഴേക്കും ഷാജി പാപ്പൻ്റെയും പിള്ളേരുടെയും കയ്യിൽ ഇഷ്ടം പോലെ കാശ് വന്നിട്ടുണ്ട്. അവരത് വെച്ച് തീർച്ചയായും എന്തെങ്കിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഷാജി പാപ്പൻ്റെ ഫാമിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ട്. കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് ഒരുപാട് അവർ വളരാൻ സാധ്യതയുള്ള അത്രയും എമൗണ്ടാണ് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അത് വെച്ച് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, എങ്ങനെയായിരിക്കും അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്? ആ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത്, അതായത് കരുത്തിൻ്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ ഒറ്റമൂലിയൊക്കെ സംഘടിപ്പിക്കാൻ ഷാജി പാപ്പന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്രയും കരുത്തിൻ്റെ കാര്യത്തിലായാലും പൈസയുടെ കാര്യത്തിലായാലും ഒക്കെ ഒരു അപ്പർ ഹാൻഡുള്ള ഷാജി പാപ്പനും കൂട്ടരും ഇനി നേരിടാൻ പോകുന്ന സ്ട്രഗിൾ എന്തായിരിക്കും? ആ സ്ട്രഗിളിൽ പിങ്കി ആടിന് എന്താണ് പ്രത്യേകത? ആട് 2ലേക്ക് വന്നപ്പോൾ ആടിനാകെ ജസ്റ്റ് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആട് 3ലേക്ക് വരുമ്പോൾ ആടില്ലേ? ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോയിൽ ആടെവിടെ പാപ്പാനെ എന്ന് ചോദിച്ചത്. 3ലേക്ക് വരുമ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? സർബത്ത് ഷമീറിനെ സംബന്ധിച്ച് സെക്കൻഡ് പാർട്ട് കഴിയുമ്പോഴേക്കും പുള്ളി ആരോഗ്യപരമായി തളർച്ചയിലാണെങ്കിലും ഈ പറയുന്ന ഗവൺമെൻറ്റിന് വരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാമായിരുന്ന കള്ളനോട്ടടിക്കാനുള്ളൊരു സാധ്യതയെ ചെറുക്കാൻ പുള്ളിയും ഒരു പാർട്ടായിരുന്നു. സാത്താൻ സേവ്യർ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് കിടപ്പാണ്. എന്തായാലും പുള്ളിയുടെ കയ്യിലുള്ള കാശ് മുഴുവൻ 3G ആയിട്ടുണ്ട്. നീലക്കൊടുവേൽ കയ്യിലില്ലാത്തതുകൊണ്ട് അയാളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ്. ചെകുത്താൻ ലാസറും അണലി സാബും ഒക്കെ പോലീസിൻ്റെ പിടിയിലാണ്. ശശി ആശാൻ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിലെന്താണ് പുതിയ ചലഞ്ച് വരാൻ പോകുന്നത്? മിക്കവാറും ഒരു ടൈം ട്രാവൽ പരിപാടി, അതിൻ്റെ കൂടെ ഈ ക്യാരക്ടർ സ്വാപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. സാത്താൻ സേവ്യർ ബിഹേവ് ചെയ്യുന്ന, അല്ലെങ്കിൽ സാത്താൻ സേവ്യറിനോട് പറയുന്ന ചില ഡയലോഗുകളിലൊക്കെ എവിടെയോ ഷാജി പാപ്പനോട് പറയുന്ന പോലത്തെ ഡയലോഗുകളുണ്ടോ എന്നൊരു സംശയം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തീർച്ചയായും നമ്മളൊരു ട്രെയിലർ ഡീകോഡിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെന്തായാലും സിനിമ റിലീസ് ആവുന്നതിന് കുറച്ച് മുമ്പൊരു സമയത്തായിരിക്കും. പക്ഷേ ഇത്രയാണ് ആട് 1ലും 2ലും ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ടൈം ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടാണ് ഈ സിനിമ രണ്ടും അവർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ വലിയ സംഭവമായിട്ട് തോന്നിയില്ലെങ്കിലും ഇപ്പോൾ OTTയിൽ കണ്ടപ്പോൾ നല്ല രസമുണ്ട് പടം കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആട് 3ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ഒരാഗ്രഹമൊക്കെ കൂടുന്നുണ്ട്. ഈ 2 സിനിമകളും അടുപ്പിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ആട് 3 വരുമ്പോൾ അറിയാം. ഇപ്പോൾ എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ 2 സിനിമകളും കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അങ്ങോട്ടും ഇങ്ങോട്ടും പേരുകളൊക്കെ, കാര്യം ഒത്തിരി പേരുകളുണ്ട്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ തിരുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.